Start ചെയ്തോ. Okay, sir. Good evening, everyone. We are delighted to offer a hearty welcome to everyone gathered here. First of all, thank you all for taking out of time from your busy schedule. First, I invite Mr. Saiju Xavier, KCTU General Secretary of Ernakulam District, for welcome speech. ഞാനല്ല, ഫാസിൽ സാറാണ്. ജാസ്മിൻ മേഡം, ഞാൻ പറഞ്ഞോളാം. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ കൂടി ഉറവിന്റെ മറ്റൊരു സായാഹ്നത്തിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാവർക്കും അറിയാവുന്ന പോലെ മെയ് ദിനമാണ്. ഇന്ന് തൊഴിലാളി ദിനം. അവധി ആയതുകൊണ്ട് തന്നെ കൂടുതൽ പേരുണ്ടാവുമെന്നാണ് പ്രതീക്ഷിച്ചത്. എങ്കിലും എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ഇന്ന് ഉറവിന്റെ 80ാമത്തെ അധ്യായമാണ് നമ്മൾ ഇന്നിവിടെ നടക്കുന്നത്. നമുക്ക് ഇന്ന് റിസോഴ്സ് പേഴ്സൺ ആയിട്ട് എത്തിയിട്ടുള്ളത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായിട്ടുള്ള അഭിലാഷ് സാറാണ്. സാറിന്റെ മനോഹരമായിട്ടുള്ള ക്ലാസ്സിന് വേണ്ടി എല്ലാവരും കാതോർത്തിരിക്കുകയാണെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും നീട്ടുന്നില്ല. അതിനു മുന്നേ തന്നെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ അംഗം നമ്മുടെ KCTU എറണാകുളം ജില്ലയിലുള്ള നമ്മുടെ ദീപ്തി, നമ്മുടെ ജോയിന്റ് സെക്രട്ടറിയുടെ അച്ഛൻ കഴിഞ്ഞ ആഴ്ച മരിച്ചിരുന്നു. അപ്പോ ഒരു നിമിഷം കണ്ണടച്ച് നമുക്ക് അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാം. ഓക്കെ, താങ്ക് യു. കൂടുതലൊന്നും നീട്ടുന്നില്ല. എന്നിൽ നിക്ഷിപ്തമായ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഇനിയും ഒരുപാട് ആളുകൾ വരാനുണ്ട്. എന്തായാലും ഈ ഔപചാരികതയൊന്നും ഇല്ലാണ്ട് തന്നെ ഞാൻ എന്നിൽ സ്വാഗതം പറയാനുള്ള കർത്തവ്യം തുടങ്ങുകയാണ്. ആദ്യമായി നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിന്റെ അധ്യക്ഷൻ ഡോക്ടർ പി ജോസഫ് സർ. സാറിന് ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദമായ സ്വാഗതം ആശംസിക്കുന്നു. വെൽക്കം ജോസഫ് സർ. താങ്ക് യു. അതേപോലെ നമുക്ക് ഇന്നിവിടെ റിസോഴ്സ് പേഴ്സൺ ആയിട്ട് എത്തിയിട്ടുള്ളത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായിട്ടുള്ള അഭിലാഷ് സാറാണ്. സാറിനെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദമായ സ്വാഗതം ആശംസിക്കുന്നു. വെൽക്കം അഭിലാഷ് സർ. അതേപോലെ നമ്മുടെ സഹയാത്രിക സ്റ്റേറ്റ് കോർഡിനേറ്റർ തൗസിൻ മാഡം ഇവിടെ ഉണ്ട്. തൗസിൻ മാഡത്തിനെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദമായ സ്വാഗതം ആശംസിക്കുന്നു. അതേപോലെ നമ്മുടെ ജോയിന്റ് സെക്രട്ടറി സൈജു സാർ ഉണ്ട്. സാറിനെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദമായ സ്വാഗതം ആശംസിക്കുന്നു. വെൽക്കം സൈജു സാർ. അതേപോലെ നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ കോർഡിനേറ്റർ ജയശ്രീ മാം ആണ്. ജയശ്രീ മാമിനെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദമായ സ്വാഗതം ആശംസിക്കുന്നു. വെൽക്കം ജയശ്രീ മാം. കൂടാതെ ഒട്ടനവധി ആളുകൾ ഇന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരെയും ഞാൻ ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. നന്ദി, നമസ്കാരം. ഓവർ ടു ജയശ്രീ മാം. താങ്ക് യു. Thank you, sir. Next, I invite Dr. P.V. Joseph, KCTU President of Ernakulam District, for delivering presidential address. Thank you. Today's resource person, Abhilash Joseph sir, Sahayatriya State Coordinator Thasin Zakir, KCTU Ernakulam District General Secretary Fasil, Secretary Saiju, Treasurer Paul Padayati, Coordinator Jayasri Teacher, MC Jasmine Teacher, other leaders, Silena Teacher, other leaders and members, distinguished participants, good evening and welcome to the 80th webinar under Uravu series, organized by Kerala Councillors and Trainers Union, Ernakulam District. Today's research person, Abhilash Joseph sir, അദ്ദേഹം അറിയപ്പെടുന്ന ഒരു ട്രെയിനറാണ്. വളരെ അറിയപ്പെടുന്ന ഒട്ടേറെ ആരാധക വൃന്ദമുള്ള ഒരു പരിശീലകനാണ്. അഭിലാഷ് ജോസഫ് സാറിന്റെ ഒരു ആരാധകയാണ് നമ്മുടെ സലീന മാഡം. പിന്നെ അദ്ദേഹത്തിന് ലൈഫ് ടെക് സൊല്യൂഷൻസിന്റെ ഡയറക്ടർ കൂടിയാണ്. പോസിറ്റീവ് കമ്മ്യൂൺ ആദ്യം നടത്തിയ ട്രെയിനേഴ്സ് കോൺടെസ്റ്റിന്റെ സ്റ്റേറ്റ് ലെവൽ ഫൈനലിൽ വിന്നറായ ആളാണ് 2021 അഭിലാഷ് സാറ്. NLPയും മൈൻഡ് പവറും അടക്കം ഒട്ടേറെ പഠിച്ച എക്സ്പെർട്ടായ വ്യക്തിയാണ്. ഇന്ന് അദ്ദേഹം ലൈഫ് സൈക്കിളിനെ കുറിച്ചായിരിക്കും സംസാരിക്കുക. വർക്ക് ലൈഫ് ബാലൻസ് അടക്കം എങ്ങനെ സക്സസ്ഫുൾ ആക്കാൻ പറ്റും ജീവിതം എന്നുള്ളതായിരിക്കാം സൈക്കിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ ഗസ് ചെയ്യാം. എന്തായാലും ക്ലാസ് അടിപൊളിയായിരിക്കും, അത് യാതൊരു സംശയവും ആർക്കും ഉണ്ടാവേണ്ടതില്ല. കാരണം അഭിലാഷ് സാറാണ് ക്ലാസ് എടുക്കുന്നത്. സൈലന്റ് ടീച്ചർ
കൂടുതലായിട്ട് നമ്മുടെ ഇന്നത്തെ സ്പീക്കറെ പരിചയപ്പെടുന്നതായിരിക്കും. ഞാൻ പിന്നെ പറ്റി കൂടുതൽ പറയേണ്ട കാര്യമില്ല. വൺസ് അഗെയിൻ ഐ വെൽക്കം ഓൾ ദ പാർട്ടിസിപ്പൻസ്. താങ്ക് യു. ഓവർ ടു MC Jasmine. Thank you, sir. Next, I would like to welcome Ms. Salina for introducing the resource person. Thank you, Jasmine. Good evening to one and all. ഇപ്പം അഭിലാഷ് സാർ കോവിഡിന്റെ വരവോടെ പിറന്നതാണ് ലൈഫ് ടെക് സൊല്യൂഷൻസ്. ടെക്നോളജി എങ്ങനെ നമ്മുടെ ലൈഫിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കാൻ പറ്റുമെന്ന ചിന്തയിൽ നിന്ന് സാറിന്റെ ഒക്കെ തലയിൽ നിന്ന് ഉടലെടുത്തതാണ് ഈ ലൈഫ് ടെക് സൊല്യൂഷൻസ്. അതിനു മുമ്പ് സാറ് വർഷങ്ങളോളം 10-15 വർഷത്തിൽ കൂടുതൽ അതിനു മുമ്പ് കേട്ടോ 15 വർഷത്തിൽ കൂടുതൽ കൗൺസിലറും ട്രെയിനറുമായി തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോ ഈ ഒരു സ്ഥാപനത്തില് ടെക്നോളജി പഠിപ്പിച്ചതിന് ശേഷം ഈ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് കുറെ അധികം ഒരു 150ഓളം ട്രെയിനർമാരെ തന്നെ സൃഷ്ടിക്കാൻ സാറിന് സാധിച്ചിട്ടുണ്ട്. സാറിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് എനിക്ക് എടുത്തു പറയാനുള്ളത് സാറിന്റെ യുണീക്നെസ് തന്നെയാണ്. അതോടുകൂടി അതിന്റെ ഒപ്പം ഇപ്കായ്, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പേഴ്സൺ സെന്റേർഡ് അപ്രോച്ചസ് ഇൻ ഇന്ത്യ, കോട്ടയം ഇതിലെ ട്രെയിനിങ് ഹെഡും കൂടിയാണ് സാറ്. അത് മാത്രമല്ല കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ സോഷ്യോളജി ആൻഡ് സൈക്കോളജി അസിസ്റ്റന്റ് പ്രൊഫസറാണ്. MSWയും MPhilഉം ഒക്കെ അതിന് അപ്പുറം പേഴ്സണൽ സെന്റേർഡ് അപ്രോച്ചസിൽ ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷനും ഇപ്പൊ നേരത്തെ ജോസഫ് സാറ് പറഞ്ഞ പോലെ കൗൺസിലിങ്ങും സൈക്കോതെറാപ്പിയും ഹിപ്നോതെറാപ്പിയും NLPയും മൈൻഡ് പവറും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുത്തിട്ടുള്ള ശ്രീ അഭിലാഷ് ജോസഫ് സാറ് വളരെ സ്നേഹത്തോടു കൂടി സാറിന്റെ ആ പുഞ്ചിരിയിൽ തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിജയവും. ഞാൻ സാറിന്റെ കീഴിൽ പഠിച്ച ഒരു ട്രെയിനറാണ് എന്ന് അഭിമാനത്തോടു കൂടി പറയാം. അതുപോലെ സാർ പറഞ്ഞതുപോലെ 2021 പോസിറ്റീവ് കമ്മ്യൂൺ നടത്തിയ ട്രെയിനർ കോമ്പറ്റീഷനിലെ വിന്നറാണ്. സാറിന് ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് അത് മാത്രമല്ല ആഡ് ചെയ്യാനുള്ളത് സർക്കാരിന്റെ ഒരുപാട് മേഖലകളിലെ ട്രെയിനിങ്സ്, അതുപോലെ മനോരമയുടേത്, IMAയുടേത്, അങ്ങനെ ഒരുപാട് മേഖലകളിലെ ട്രെയിനിങ്സ് മുഴുവനും ഒരേ ആള് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന, ഒരേ സ്ഥാപനത്തിൽ എടുക്കുന്ന ഒരു ട്രെയിനറും കൂടിയാണെന്ന് അറിയിച്ചുകൊണ്ട് എന്റെ ഈ ഒരു എളിയ വാക്കുകൾ നിർത്തുകയാണ്. താങ്ക് യു സോ മച്ച്. Thank you, ma'am. Next, it's an honor to welcome our Honorable Chief Guest, Mr. Abhilash Joseph, Founder and Director of Life Tech Solutions. Welcome, sir. Thank you, Jasmine ma'am. Very respected Joseph sir, KCTUവിന്റെ മറ്റ് ഭാരവാഹികളെ, ഈ ദിനം അവധി ഇന്നേരം ഒത്തുചേരാൻ എത്തിയിരിക്കുന്ന എല്ലാ കൂട്ടുകാരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരു പക്ഷേ സൈക്കിൾ എന്ന പേര് ബ്രോഷറിൽ കണ്ടപ്പോഴ് നിങ്ങൾ പല കാര്യങ്ങൾ ആലോചിച്ച് കാണാം. എന്താണ് സൈക്കിൾ, എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്, എങ്ങനെയായിരിക്കും സൂം പ്ലാറ്റ്ഫോമിൽ ഈ സൈക്കിൾ ഓടിക്കുക. നമ്മുടെ ഉറവിന്റെ ഭാഗമായിട്ടുള്ള ഉറവ് വെബ് സീരീസില് 80ാമത്തെ ടോപ്പിക്കാണ് ഞാൻ എടുക്കുന്നതെന്നാണ് എന്റെ വിചാരം. ശരിയാണല്ലോ സാറേ? 80ാമത്തെ സെഷനാണ്. അപ്പോഴ് സൈക്കിൾ ഓടിച്ച് തുടങ്ങുന്നതിന് സൈക്കിൾ മുമ്പോട്ട് പോകണമെങ്കിൽ എനിക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ട് വേണം. ആ സപ്പോർട്ട് സൈക്കിളിന്റെ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ ഏറ്റവും ശക്തിയായിട്ട് സഹായിക്കേണ്ടത് നിങ്ങളുടെ പുഞ്ചിരിക്കുന്ന മുഖവുമായിട്ടാണ്. അവിടെ ഈ ഒരു സെഷനിൽ മറ്റ് PPT മറ്റൊരു കാര്യങ്ങളും ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ സാധിക്കുന്ന ആളുകളൊക്കെ വീഡിയോയിലേക്ക് വരിക. നിങ്ങളുടെ പുഞ്ചിരിക്കുന്ന മുഖമാണ് സൈക്കിൾ ഓടി തുടങ്ങാൻ ആദ്യമായിട്ട് വേണ്ടത്. സൈക്കിൾ ഓടണമെങ്കിൽ നിങ്ങളുടെ കുറെ പേരുടെ പുഞ്ചിരിക്കുന്ന മുഖങ്ങൾ എനിക്ക് കാണണം. ഓക്കെ, നമ്മുടെ GK സാറിന്റെ മുഖം കാണുന്നുണ്ട്, മാത്യു അച്ഛന്റെ മുഖം കാണുന്നുണ്ട്, സലീന ടീച്ചറിനെ കാണുന്നുണ്ട്, തുളസി ടീച്ചറിനെ കാണുന്നുണ്ട്. ഈ പുഞ്ചിരി ആയിരിക്കും നമ്മുടെ സൈക്കിളിനെ മുമ്പോട്ട് ചലിപ്പിക്കുന്ന ശക്തി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സൈക്കിൾ എന്ന് കേട്ടപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നിയത്? ഞാൻ എന്തിനെ പറ്റി ആയിരിക്കാം പറയാൻ പോകുക? അങ്ങനെ മനസ്സിൽ വന്ന ഒരു ഐഡിയാസ് എന്തെങ്കിലും വന്നു എങ്കിൽ ചാറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കാവോ? സൈക്കിൾ എന്ന ബ്രോഷറിൽ നിങ്ങൾ ആ ടൈറ്റിൽ കണ്ടപ്പോൾ നിങ്ങളുടെ മനസ്സിൽ
എന്തായിരിക്കും സൈക്കിൾ, അല്ലെങ്കിൽ എന്തായിരിക്കാം പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ വന്ന ഒരു ചിന്ത എന്ന ചാറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. അതേപോലെ തന്നെ നമുക്ക് എന്താണ് പറയുന്നത്, റിയാക്ഷൻ ബോക്സിൽ നിന്ന് എന്തെങ്കിലും ഒരു ഹൃദയവും അല്ലെങ്കിൽ ഒരു തംസപ്പ് ഒക്കെ ഇട്ടിട്ട് സൈക്കിൾ ഓടിച്ചു തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. എബൌട്ട് ലൈഫ്, മിനി ടീച്ചർ പറയുന്നു ലൈഫ് സൈക്കിളിനെ പറ്റി ആയിരിക്കാം. യെസ്, പോരട്ടെ. ഓക്കെ, ലൈഫ് സൈക്കിൾ, സംതിങ് ദാറ്റ് മൂവ്സ്. യെസ്, താങ്ക് യു. ഓക്കെ, ബാക്കിയുള്ളവരുടെ നിങ്ങളുടെ മനസ്സിലെ സൈക്കിൾ എന്ന് കേട്ടപ്പോൾ വന്ന ലൈഫ് ഈസ് എ സൈക്കിൾ ടു ബാലൻസ്. ഓക്കെ, ലൈഫ് സൈക്കിൾ. ഓക്കെ, കുറേയേറെ പരിചയമുള്ളവരെ കാണുന്നതിൽ ഒത്തിരി സന്തോഷം. ഒരുപക്ഷെ ഞാൻ പറയാൻ പോകുന്ന സൈക്കിളോ അല്ലെങ്കിൽ സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ട ആശയങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് അത് ഡൈജസ്റ്റ് ആകുക എന്നത് എനിക്കറിയില്ല. ഞാൻ ഓടിക്കാൻ പോകുന്നത് എൻ്റെ സൈക്കിളാണ്. ആ സൈക്കിളിന് ചില പ്രത്യേകതകളുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ റെഡി ആണെങ്കിൽ റിയാക്ഷൻ ബോക്സിൽ നിന്ന് ഒരു ഹൃദയം ഇട്ട് നമുക്ക് തുടങ്ങാം. മൂത സൈക്കിൾ, കുറേയധികം ചാറ്റുകൾ വരുന്നുണ്ട്. ഓക്കെ, ഒത്തിരി സന്തോഷം ജോസ് സാറേ. വളരെ ലൈവായിട്ടുള്ള ആക്റ്റീവായിട്ടുള്ള കുറേയധികം പാർട്ടിസിപ്പൻസ് ആണ്. ഓക്കെ, ഇന്ദിര ടീച്ചറിന്റെ ഹൃദയം കിട്ടിയിട്ടുണ്ട്, സൈജു സാറിന്റെ ഹൃദയം കിട്ടിയിട്ടുണ്ട്, തുളസി ടീച്ചറിന്റെ ഹൃദയം കിട്ടിയിട്ടുണ്ട്, ലിത്തോഷത്തിന്റെ ഹൃദയം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഒത്തിരി സന്തോഷം. വളരെ ലൈവായിട്ടുള്ള മെയ് ദിനം അവധിയാണെങ്കിലും അവധിയൊന്നും എടുക്കാതെ 7 മണിക്ക് തന്നെ കറക്റ്റ് ജോയിൻ ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. രംഗം ഒരു മൈതാനമാണ്, പൊടിപിടിച്ച മൈതാനം. ഒരുപാട് ആളുകൾ, ഗ്രാമവാസികൾ എല്ലാം തന്നെ അവിടെ ഒത്തുചേർന്നിട്ടുണ്ട്. ട്രാക്കിൽ നിരന്നു നിൽക്കുന്ന 8 സൈക്കിൾ, 8 കൗമാരക്കാര്. ഒരു സൈക്കിളോട്ട മത്സരമാണ്, ഗ്രാമത്തിന്റെ ഉത്സവമാണ്. ഒരുപാട് പേര് അവിടെ ഒത്തുചേർന്നിട്ടുണ്ട്. കയ്യടികള്, കൂകിവിളികള്, ആർപ്പ്. ആ ആർപ്പുകൾക്കിടയില് വിസിൽ മുഴങ്ങി. സൈക്കിളോട്ട മത്സരമാണ്. ആ കൗമാരക്കാര് 8 പേരും സർവശക്തിയും എടുത്ത് സൈക്കിൾ ഓടിച്ചു തുടങ്ങി. റെഡ് സൈക്കിളിലുള്ള പയ്യൻ ഭയങ്കര ആവേശത്തോടു കൂടിയാണ് ചവിട്ടുന്നത്. ആദ്യ റൗണ്ടിൽ തന്നെ കൂടെയുള്ള 7 പേരെ പിന്നിലാക്കി ഒരു കാതം മുമ്പേ അവൻ കുതിക്കുകയാണ്. ഒരു കാതം മുൻപേ അവൻ കുതിക്കുകയാണ്. കയ്യടികള്, ആർപ്പ് വിളികള്, കുവിച്ച എല്ലാവരുടെയും നോട്ടം, ആ മൈതാനത്തുള്ള എല്ലാവരുടെയും നോട്ടം ഒരാളിൽ മാത്രം ഫോക്കസ്ഡ് ആണ്. ആ റെഡ് സൈക്കിളില് മുമ്പിൽ കുതിക്കുന്ന കൗമാരക്കാരനില് കയ്യടികൾ അവന്റെ കൂടിയാണ്, ആർപ്പ് വിളികൾ അവന് വേണ്ടിയിട്ടാണ്. അവൻ വല്ലാത്ത ആവേശത്തോടു കൂടി മുമ്പോട്ട് കുതിക്കുകയാണ്. പുറകിലുള്ള 7 പേരും അവന്റെ ഒപ്പം എത്താൻ പാടുപെടുന്നു. ആർപ്പ് വിളികളും കയ്യടികളും കൊണ്ട് ഏതാണ്ട് 3ാമത്തെ റൗണ്ടും അവൻ തന്നെയാണ് മുമ്പിൽ നിൽക്കുന്നത്. പെട്ടെന്നാണ് സംഭവിച്ചത്. നിന്ന നിപ്പിൽ സൈക്കിൾ ഒന്ന് പാളി, പിന്നെ പതുക്കെ ഓട്ടം നിർത്തി. അടുത്ത സെക്കൻഡിൽ തന്നെ പിന്നാലെ വന്നവരൊക്കെ ഓരോരുത്തരായിട്ട് അവനെ പാസ് ചെയ്ത് മുമ്പോട്ട് പോയി. ഒരു നിമിഷം മൈതാനം ഒന്ന് സ്തബ്ധമായി, നിശബ്ദമായി. അവരെല്ലാവരും ആ റെഡ് സൈക്കിൾ ഓടിച്ചിരുന്ന കൗമാരക്കാരനെ വല്ലാത്ത ഒരു സഹതാപത്തോടു കൂടി നോക്കി. അത് സെക്കൻഡുകൾ മാത്രമേ നീണ്ടു നിന്നുള്ളൂ. അടുത്ത മൊമെന്റിൽ തന്നെ അവരുടെ എല്ലാവരുടെയും ശ്രദ്ധ മുമ്പിൽ കയറി ഓടിയ 7 സൈക്കിളുകളിലേക്ക് മാറി. അവർ വീണ്ടും കയ്യടി തുടങ്ങി, ആർപ്പ് വിളികൾ ആരംഭിച്ചു. ഇപ്പോൾ ആ റെഡ് സൈക്കിൾ ബാലൻ ഏറ്റവും പിന്നിലാണ്. 7 പേരും അവനെ മുമ്പിൽ കയറി ഓടുന്നു. അപ്പോഴാണ് ഒരു വല്ലാത്തൊരു കാഴ്ച. അത്രയും നേരം അവന് വേണ്ടി കൈയടിച്ചുകൊണ്ടിരുന്ന ഒരു കൊച്ചു ബാലൻ, അവനേക്കാൾ 2 വയസ്സ് പ്രായം കുറഞ്ഞ ഒരു ബാലൻ ഓടിയെത്തി. അവൻ ആവേശത്തോടു കൂടി ആകപ്പാടെ അമ്പരന്ന് നിന്ന ആ സൈക്കിളോട്ടക്കാരന്റെ സൈക്കിളിന്റെ പുറകിലത്തെ ടയറിലേക്ക്, അതിന്റെ വാൽ ട്യൂബിലേക്ക് ചേർത്ത് പിടിച്ച് കാറ്റ് ഊതിക്കയറ്റാൻ ശ്രമിക്കുന്നു. മൈതാനത്തു നിന്ന് ചില വിളികൾ വന്നു. മണ്ട, വാ കൊണ്ട് ഊതിയാല് സൈക്കിളിന്റെ ടയർ നിറയത്തില്ല, എന്തിനാണ് പണി. എന്തായാലും അവന് സൈക്കിളിൽ കാറ്റ് നിറയ്ക്കാൻ സാധിച്ചില്ല. സൈക്കിളോട്ടം തുടരട്ടെ, നമുക്ക് അതിന്റെ റിസൾട്ടിലേക്ക്, എൻഡിലേക്ക് പോകാം. പുറകെ വന്ന 7 പേരും മുമ്പിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചോദ്യമുണ്ട്. ഒരുപക്ഷെ സൈക്കിൾ എന്ന് കേട്ടപ്പോൾ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച, നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഏതാണ്ട് 40ഓളം പേര് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച, കുഞ്ഞുനാളിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു ടോയ് ഒരുപക്ഷെ സൈക്കിൾ ആയിരിക്കാം. ഇവിടെ ഇരിക്കുന്ന പലർക്കും ആഗ്രഹിച്ചിട്ട് കിട്ടാതെ പോയ ടോയും സൈക്കിൾ ആയിരിക്കാം. ആ സൈക്കിളിന് 2 ടയറുണ്ട്, ഫ്രണ്ടിലും പുറകിലും ഓരോ ടയറുണ്ട്. ആ ടയറിന് ഒരു പ്രത്യേകതയുണ്ട്. ആ ബാലൻ ഏറ്റവും മുമ്പിൽ, റെഡ് സൈക്കിളിൽ ഏറ്റവും മുമ്പിൽ ഓടിക്കൊണ്ടിരുന്ന ആള് ഒറ്റ സെക്കൻഡിലാണ് കാറ്റ് പോയപ്പോൾ ആകപ്പാടെ പകച്ച് തോറ്റുപോയത്. നമ്മുടെ ജീവിതമാകുന്ന സൈക്കിളിൽ ശരിക്കും 2 ടയറുകളുണ്ട്. ഫ്രണ്ടിൽ ഒരു ടയർ, ബാക്കിൽ ഒരു ടയർ. ഈ 2 ടയറിലും നിറയ്ക്കേണ്ട 2 സാധനങ്ങളുണ്ട്. ഒന്ന് ആത്മവിശ്വാസം, സെൽഫ് കോൺഫിഡൻസ്. 2
ഹോപ്പ്, പ്രതീക്ഷ. ഈ രണ്ടും നിറയ്ക്കാതെ ഒരു സൈക്കിൾ മുമ്പോട്ട് പോകില്ല, ഒരു ജീവിത സൈക്കിൾ മുമ്പോട്ട് നീങ്ങില്ല. സെൽഫ് കോൺഫിഡൻസും ഹോപ്പും ആത്മവിശ്വാസവും പ്രതീക്ഷയും ഇല്ലാതെ ഒരു സൈക്കിൾ മുമ്പോട്ട് പോവില്ല എന്നൊരു തിരിച്ചറിവ് നമുക്ക് വേണം. പലപ്പോഴും ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ സൈക്കിളുകൾ പഞ്ചർ ആകുന്നത് എപ്പോഴാണ്? ഈ ആത്മവിശ്വാസം പോയി കഴിഞ്ഞാൽ ജീവിതമാകുന്ന സൈക്കിൾ ഒരടി പോലും മുമ്പോട്ട് പോവില്ല, തള്ളിക്കൊണ്ട് പോകേണ്ടത്. പല സൈക്കിളുകളും, ജീവിതമാകുന്ന സൈക്കിള് ഒന്ന് സ്ലോ ആകുന്നത്, പതുക്കെയാകുന്നത്, നിന്ന് പോകുന്നത് ഈ രണ്ട് സാധനം ഇല്ലാതാകുമ്പോഴാണ് കോൺഫിഡൻസും പ്രതീക്ഷയും ഹോപ്പും. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ ജീവിതമാകുന്ന സൈക്കിളിന്റെ രണ്ട് ടയറിലും ആ പറഞ്ഞ രണ്ട് സാധനങ്ങൾ, ആത്മവിശ്വാസവും പ്രതീക്ഷയും നമുക്ക് നിറയ്ക്കാം. അങ്ങനെ പ്രതീക്ഷ നിറയ്ക്കുന്ന ജീവിതമാകുന്ന സൈക്കിള് മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കും. വീണ്ടും നമുക്ക് മൈതാനത്തിലേക്ക് തിരിച്ചു പോകാം. അവിടെ തോറ്റുപോയ റെഡ് സൈക്കിളുകാരൻ ബാലൻ മാത്രമല്ല, അവിടെ ഒരു മണ്ടൻ ഉണ്ട് കേട്ടോ. ആ മണ്ടനെ ഒന്ന് നോക്കാം. അവൻ ഒരുപാട് ആഗ്രഹിച്ച, ഒരുപക്ഷെ അത് അവന്റെ ചേട്ടനാകാം, അവന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട് ആകാം. സൈക്കിൾ പഞ്ചറായപ്പോൾ ഓടിയെത്തി ആ ടയറിലേക്ക് വാ ചേർത്ത് പിടിച്ച് ശ്വാസം ഊതിക്കയറ്റി സൈക്കിളിലേക്ക് കാറ്റ് ഊതിക്കയറ്റാൻ ശ്രമിച്ച ഒരു ബാലൻ. ചിലപ്പോഴെങ്കിലും നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ചിലപ്പോൾ നമ്മൾ എന്താണ് പറയുന്നത്, പ്രാക്ടിക്കൽ സെൻസ് ഒക്കെ മറന്ന് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്യാറുണ്ട്. മറ്റൊരാളെ സഹായിക്കാൻ, മറ്റൊരാളെ സപ്പോർട്ട് ചെയ്യാൻ. ചിലപ്പോൾ അങ്ങനെ സപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ, സഹായിച്ചതിന്റെ പേരിൽ ചിലപ്പോൾ പെട്ടെന്നുള്ള ആവേശത്തിൽ ചെയ്യുന്നതാണ്. അങ്ങനെ ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന 40 പേരും എപ്പോഴെങ്കിലും ഒക്കെ മണ്ടന്മാരായവരായിരിക്കാം. ജീവിതത്തിൽ മറ്റൊരാളെ സഹായിക്കാൻ വേണ്ടി ശ്രമിച്ച മണ്ടന്മാരായ ഒരുപാട് പേരുണ്ട്. കഥയിൽ നിന്ന് നമുക്ക് വീണ്ടും മുമ്പോട്ട് വരാം. ഈ സൈക്കിൾ മുമ്പോട്ട് പോകുമ്പോൾ ഒരു കാര്യം മറക്കരുത്, നമ്മുടെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു ദിവസം 24 മണിക്കൂറാണെങ്കിൽ ഈ 24 മണിക്കൂർ നമ്മൾ 5 ലൈഫ് ഘട്ടവുമായിട്ട് കണക്റ്റഡ് ആണ്. അത് ലൈഫ് സൈക്കിൾ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ദിവസം 24 മണിക്കൂർ നമ്മൾ എന്താണ് പറയുന്നത്, 5 കാര്യങ്ങളിൽ കണക്റ്റഡ് ആണ്, 5 ലൈഫിൽ കണക്റ്റഡ് ആണ്. അതിൽ ഒന്നാമത്തെ ലൈഫ് അത് ഏതാകാനാണ് സാധ്യത? ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ലൈഫ് ഏതാണ്? ഇവിടെ എനിക്ക് വന്ന പല ജില്ലക്കാരുണ്ട്. ഒരു സെക്കൻഡ് നേരത്തെ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്താലും കുഴപ്പമില്ല. ഞാൻ പല ജില്ലക്കാരുള്ളത് കൊണ്ട് ഒരു ചോദ്യം, അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും നല്ല ജില്ല ഏതായിരിക്കും? വയനാട്. കോഴിക്കോട്. അവിടെ വയനാട് ചോദിക്കുന്ന എന്തിനാ കോഴിക്കോട്? കോഴിക്കോട് ഒരു സംശയം. പോരട്ടെ, തൃശ്ശൂര്. തൃശ്ശൂര്. സതീഷ് സാർ തൃശ്ശൂരുമായിട്ട് കോട്ടയംകാര് പിന്നെ ഒരു കാരണവശാലും പുറകോട്ട് പോകുന്ന ആൾക്കാരല്ല കോട്ടയം. പക്ഷെ എല്ലാവരും വന്നു ചേരുന്നതാണ് എറണാകുളത്ത്. അവിടെ അത് ഒപ്പിച്ച് എറണാകുളത്തേക്ക് ചാല് വെട്ടിയിട്ടുണ്ട്. അതെ, ഇന്ന് വേണാടിന്റെ ജംഗ്ഷൻ മാറ്റി. താങ്ക് യു ലിതേഷ് അച്ഛാ. അപ്പം എന്റെ ആദ്യത്തെ ചോദ്യത്തിന് നിങ്ങളുടെ ഉത്തരങ്ങൾ വളരെ ഡിഫറെന്റ് ആണ്. വീണ്ടും അടുത്ത ചോദ്യം വരുന്നുണ്ട്. ആ ജില്ലയിലെ ഏറ്റവും നല്ല പഞ്ചായത്ത് ആരുടെയാണ്? അല്ലെങ്കിൽ ഏത് പഞ്ചായത്താണ് ഏറ്റവും നല്ലത്? കൽപ്പറ്റ. ഇപ്പൊ തൃശ്ശൂരുകാരും വയനാടുകാരും തമ്മിൽ ചെറിയ തൃശ്ശൂർ എന്ന് പറഞ്ഞ 2 പേര് ചിലപ്പോൾ 2 പഞ്ചായത്ത് പറയാൻ സാധ്യതയുണ്ട്. വീണ്ടും അടുത്ത ചോദ്യം, ആ പഞ്ചായത്തിലെ ഏറ്റവും നല്ല വീട് ആരുടെയാണ്? എന്റെ വീട്. എന്റെ വീട്. ഒരു ചോദ്യം കൂടെ ഉണ്ട്, ആ വീട്ടിലെ ഏറ്റവും നല്ല വ്യക്തി ആരാ? ഞാൻ തന്നെ. ഓക്കെ, ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ അവസാനം ഒരു ചോദ്യമുണ്ട്. ഞാൻ എന്ന് പറയുന്നൊരു സ്വത്വമുണ്ട് കേട്ടോ. നമ്മൾ ഈ പറയുന്ന കഷ്ടപ്പാട് മുഴുവൻ നമ്മൾ ഞാൻ എന്ന് പറയുന്ന എന്ന് പറയുന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജോലി ചെയ്യുന്നത്, ബന്ധങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്, സോഷ്യൽ ലൈഫ്, എവറിത്തിങ്. നമ്മളെ സംബന്ധിച്ച് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പേഴ്സണൽ ലൈഫാണ്. ഒന്നാമത്തത് നമ്മുടെ പേഴ്സണൽ ലൈഫാണ്. ഫസ്റ്റ് ലൈഫ് ഇറ്റ്സ് എ പേഴ്സണൽ ലൈഫ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ലൈഫ് ഫാമിലി. ഓമന ടീച്ചറെ താങ്ക് യു, കൺഗ്രാറ്റുലേഷൻ. ജോസഫ് സാർ പ്രത്യേക സമ്മാനം തരുന്നതായിരിക്കും. സെഷൻ കഴിയുമ്പോഴേക്കും ജോസഫ് സാറിന്റെ സമ്മാനം പ്രതീക്ഷിച്ചോളുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ രണ്ടാമത്തെ ലൈഫ് ഫാമിലി ലൈഫ്. എന്നാൽ എല്ലാവർക്കും ഫാമിലി ലൈഫ് ആണോ എന്നൊരു ചോദ്യം ഇവിടെ നിൽക്കുന്നുണ്ട്. എല്ലാവർക്കും ഫാമിലി ലൈഫാണ്. ചിലർക്ക് അത് ഫാമിലി ലൈഫ് അല്ല, ചിലർക്ക് അത് പ്രൊഫഷണൽ ലൈഫാണ്, ചിലർക്ക് അത് ജോബാണ്, ചിലർക്ക് അത് ബിസിനസ് ആണ്. ഈ ലൈഫിൽ എപ്പോഴും ഒരു പ്രയോറിറ്റി ഉണ്ട്. പേഴ്സണൽ ലൈഫ്, ഫാമിലി ലൈഫ് ആൻഡ് പ്രൊഫഷണൽ ലൈഫ് അല്ലെങ്കിൽ അക്കാഡമിക് ലൈഫ്. അതിന്റെ പ്രയോറിറ്റിയിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നു കഴിഞ്ഞാൽ അത് ലൈഫിനെ ബാധിക്കാറുണ്ട്. ചില ആളുകള് ശരിക്കും പറഞ്ഞാല്
പേഴ്സണൽ ലൈഫ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി ലൈഫിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഒരു പക്ഷേ പ്രൊഫഷണൽ ലൈഫിനും ബിസിനസ്സിനും ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. അവിടെ തന്നെ ഇംബാലൻസിങ് ഉണ്ടാകും, താളപ്പിഴകൾ ഉണ്ടാകും. ഒരു സംശയം വേണ്ട, ആ സൈക്കിൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ജീവിതമാകുന്ന സൈക്കിളിന്റെ കാറ്റ് പതുക്കെ പോകാനുള്ള സാധ്യത കൂടുതലാണ്. അവിടെ ആ പ്രയോറിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. പേഴ്സണൽ ലൈഫ്, ഫാമിലി ലൈഫ് ആൻഡ് പ്രൊഫഷണൽ ലൈഫ്. പിന്നെ ചിലർക്കൊരു പ്രത്യേകതയുണ്ട്. ഇപ്പം ഇതിൻ്റെ അകത്ത് ടീച്ചർമാരായിരിക്കും ഉണ്ട്. സലീന ടീച്ചർ ടീച്ചറാണ്, എനിക്കൊന്ന് കുറേയധികം ടീച്ചർമാരുണ്ട്. ഓക്കെ, അപ്പോഴും മറക്കരുത്, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീട് അവിടെ വെച്ചിട്ട് പോകുക. നിങ്ങൾ പണി ചെയ്യുന്നിടത്ത് നിങ്ങളുടെ വീടിന്റെ ആവശ്യമില്ല, നമ്മുടെ വീടിന്റെ ആവശ്യമില്ല. നമ്മുടെ വീട്ടില് കടുങ്കാപ്പിയുടെ പഞ്ചസാര പറഞ്ഞു പോയതിന് നമ്മുടെ ഓഫീസിലെയോ സ്കൂളിലെയോ കോളേജിലെയോ ആളുകൾ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. അതുകൊണ്ട് വീട്ടിലെ സാമ്പാറിന്റെ പ്രശ്നം, വീട്ടിലെ ഇമോഷണൽ പ്രോബ്ലംസ്, വീട്ടിലെ റിലേഷൻഷിപ്പ് പ്രോബ്ലംസും ഒന്നും എങ്ങോട്ട് കൊണ്ടുവരാതിരിക്കുക, ഓഫീസിലേക്ക് കൊണ്ടുവരാതിരിക്കുക. അതൊരു ബാലൻസിങ് ആണ്. പിന്നെ ഒരു കാര്യം കൂടെ മറക്കരുത്, ഞാൻ തൽക്കാലം സലീന ടീച്ചർ അവിടെ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സലീന ടീച്ചറെ സ്കൂളിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ വീട്ടിൽ പ്രിൻസിപ്പളെ ആവശ്യമില്ല, വീട്ടിൽ വേണ്ടത് അമ്മേനെയാണ്, വീട്ടിൽ വേണ്ടത് അച്ഛനെയാണ്, വീട്ടിൽ വേണ്ടത് മരുമകനെയാണ്, വീട്ടിൽ വേണ്ടത് മരുമകളെയാണ്, വീട്ടിൽ വേണ്ടത് മക്കളെയാണ്. ചിലരുണ്ട് സ്കൂളിൽ ടീച്ചറാണെന്ന് തിരിച്ച് വീട്ടിലേക്ക്, സ്കൂളിൽ ടീച്ചറാട്ടോ പക്ഷെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ പ്രിൻസിപ്പൾ ആയിട്ടില്ല. ചിലര് ഹോസ്പിറ്റലിലെ നേഴ്സ് ആണെങ്കിലും വീട്ടിൽ ചെല്ലുന്ന ഡോക്ടറായിട്ടാണ്. അപ്പോൾ ഈ വർക്ക് ലൈഫ് ബാലൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഈ ജീവിതത്തിലെ പല ഘടകങ്ങൾ കൃത്യമായിട്ട് ബാലൻസ് ചെയ്യാൻ, പ്രയോറിറ്റൈസ് ചെയ്ത് ബാലൻസ് ചെയ്യാനുള്ള കഴിവ് ഉണ്ടായിരിക്കണം. സോ ഫസ്റ്റ് പേഴ്സണൽ ലൈഫ്, സെക്കൻഡ് ഫാമിലി ലൈഫ്, തേർഡ് പ്രൊഫഷണൽ ലൈഫ്, ഓർ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് അക്കാഡമിക് ലൈഫ്, അങ്ങനെയാണെങ്കിൽ ഫോർത്ത് ലൈഫ് സോഷ്യൽ ലൈഫ്. ചില ആളുകൾക്ക് ഈ പറയുന്ന ആദ്യത്തെ 2 ലൈഫും 3 ലൈഫും കാണും. ചിലർക്ക് 4ാമത്തെ ലൈഫ് സോഷ്യൽ ലൈഫിൽ അവർ ഒട്ടും കണക്റ്റഡ് ആയിരിക്കില്ല. ഇത് 4ഉം ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഒരു ചോദ്യം കൂടി ഉണ്ട്, 5ാമതൊരു പ്രധാനപ്പെട്ട ലൈഫ് ഉള്ളത്. ഞാനൊരു ക്ലൂ തരാം, നമ്മൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന അവിടെയാ. എന്റർടൈൻമെന്റ്, മൊബൈൽ, എന്റർടൈൻമെന്റ് അല്ല, 5ാമത്തെ ലൈഫ് ഏറ്റവും കൂടുതൽ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന അവിടെയാ. സ്പിരിച്വൽ ലൈഫ്. സ്പിരിച്വൽ ലൈഫ് നമുക്ക് പേഴ്സണൽ ലൈഫ് കണക്ട് ചെയ്യാവുന്ന ടീച്ചറെ. സോഷ്യൽ മീഡിയ. താങ്ക് യു നസീന ടീച്ചർ. നസീന ടീച്ചർ കറക്റ്റ് ആയിട്ട് അതാ ഞാൻ മൊബൈലെന്ന് പറഞ്ഞത്. സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഡിജിറ്റൽ ലൈഫ് എന്ന് പറയുന്നത് ശരിക്കും പ്രധാനമായിട്ടും 5 ലൈഫിൽ നമ്മുടെ ടൈം മാനേജ്മെന്റും നമ്മുടെ പ്രയോറിറ്റീസുമാണ് ലൈഫിനെ പലപ്പോഴും ബാലൻസിങ്ങും ഇംബാലൻസിങ്ങും ആക്കുന്നത്. ശരിക്കും ഡിജിറ്റൽ ലൈഫിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മളൊക്കെ ഡിജിറ്റൽ ലൈഫിൽ വളരെയധികം കണക്റ്റഡ് ആണ്. ഞാൻ കുറെ നാളുകൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് വന്ന ഒരു പയ്യനുണ്ട്, കൗൺസിലിങ്ങിന് വന്ന +2കാരനാണ്. അവനിങ്ങനെ പറഞ്ഞൊരു കാര്യമുണ്ട്, അവന് 5 ഫേസ്ബുക്ക് ഐഡിയ, ഇൻസ്റ്റാഗ്രാം ഐഡിയ, അതിൽ ഒരു ID ശ്വേത. ഈ പറഞ്ഞു വന്ന കൂട്ടത്തിൽ അതുകൂടെ പറഞ്ഞു പോകാമെന്ന് വിചാരിക്കുന്നു. 5 ഐഡിയാണ്, അതിൽ ഒരു ID ശ്വേത. ഓക്കെ, നല്ലതാണ്. ഈ ഒരു പ്രായത്തിൽ, കൗമാര പ്രായത്തിൽ പിള്ളേർ ഒരുപക്ഷെ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതിനായിട്ട് സംസാരിച്ചപ്പോൾ പക്ഷെ എന്നെ ഞെട്ടിച്ചൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ശ്വേത എന്ന് പറയുന്ന ഐഡിയയിൽ നിന്ന് ഇവൻ അയച്ചിരിക്കുന്നത് ക്ലാസ് ടീച്ചറിന്, പ്രിൻസിപ്പളിന്, അമ്മാവന് ഒക്കെയാണ്. അപ്പൊ എന്നെ അമ്പരപ്പിച്ചൊരു കാര്യം, ശ്വേത എന്ന് പറഞ്ഞ അക്കൗണ്ട് ഉണ്ടാക്കിയത് മനസ്സിലായി. സാധാരണ ഇവന്മാര് എങ്ങനെ അക്കൗണ്ട് ഉണ്ടാക്കിയാൽ, ഫേക്ക് ഐഡിയിൽ അക്കൗണ്ട് ഉണ്ടാക്കിയാൽ പെൺകുട്ടികൾക്കൊക്കെ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ച് അവരുമായിട്ട് കമ്പനിയാകും. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചടാ, എന്തിനാടാ ഈ ശ്വേത എന്ന് പറയുന്ന ഫേക്ക് ഐഡി ഉണ്ടാക്കിയിട്ട് പ്രിൻസിപ്പളിനും അച്ഛനും അമ്മാവനും ഒക്കെ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചെന്ന് ചോദിച്ചപ്പം ആ പയ്യൻ പറഞ്ഞ മറുപടി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇവരൊക്കെ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് അറിയണ്ടേ സാറേ. അച്ഛൻ കൊത്തിയില്ല, പ്രിൻസിപ്പൾ കൊത്തിയില്ല, അമ്മാവൻ കൊത്തി. അമ്മാവൻ മെസ്സഞ്ചറിൽ മെസ്സേജ് അയച്ച് ഇവന്റെ വാട്സപ്പ് നമ്പർ മേടിച്ചു. അത് കഴിഞ്ഞിട്ട് ആ പയ്യൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, സാറേ പ്രായമായവർക്കൊക്കെ വൈകുന്നേരം കിടന്നുറങ്ങാൻ ഉമ്മ കിട്ടിയാലേ കിടന്നുറങ്ങാൻ പറ്റത്തുള്ളൂ, എല്ലാ ദിവസവും അമ്മാവൻ കിടന്നുറങ്ങുന്നത് മരുമോന്റെ ഉമ്മ മേടിച്ചിട്ടാ. ഈ ആ ഡിജിറ്റൽ ലൈഫിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, വെറും ഒരു +2കാരൻ കൗമാരക്കാരന്റെ ബുദ്ധി. പേഴ്സണൽ ലൈഫ്, ഫാമിലി ലൈഫ്, പ്രൊഫഷണൽ ലൈഫ്, സോഷ്യൽ ലൈഫ്, ഡിജിറ്റൽ ലൈഫ്, ഈ 5 ലൈഫിലും 24 മണിക്കൂർ നമ്മൾ ക്രമീകരിക്കേണ്ടി വരും. അതിൻ്റെ അകത്ത് പ്രയോറിറ്റീസ് ഉണ്ട്, അതിൻ്റെ അകത്ത് ബാലൻസിങ് ഉണ്ട്, അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് ടൈം കൊടുക്കേണ്ടതനുസരിച്ച് ടൈം കൊടുത്താൽ, പ്രയോറിറ്റൈസ് ചെയ്താൽ, ഇമ്പോർട്ടൻസിനെ കൃത്യമായിട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതമാകുന്ന സൈക്കിള് വളരെ സ്മൂത്ത് ആയിട്ട് മുമ്പോട്ട് പോകും. ഇല്ല എങ്കിൽ ഒരു സംശയം വേണ്ട, ടയറുകൾ ഇടയ്ക്കിടയ്ക്ക് പഞ്ചർ ആയിക്കൊണ്ടേയിരിക്കും. ആ പഞ്ചറാകുന്ന ടയർ മാറ്റാനേ സമയം ഉണ്ടാകുള്ളൂ. പഞ്ചറാകുക എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് കൗൺസിലറെ കാണാൻ പോകേണ്ടി വരും, ഇടയ്ക്കിടയ്ക്ക് ആശുപത്രിയിൽ പോകേണ്ടി വരും. സോ മറക്കണ്ട, ലൈഫാകുന്ന
ഈ സൈക്കിള് മുമ്പോട്ട് പോകണമെങ്കിൽ ഈ 2 ടയറിന്റെ അകത്ത് കാറ്റുണ്ടായിരിക്കണം, ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം, ഹോപ്പ് ഉണ്ടായിരിക്കണം. ഇനി ഒറ്റ കാര്യം കൂടി, ഈ സൈക്കിൾ മുമ്പോട്ട് പോകുമ്പോൾ സൈക്കിളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായത്തിൽ സൈക്കിളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഏതാണ്? സൈക്കിൾ ഓടണമെങ്കിൽ ബാലൻസ് ഉണ്ടായിരിക്കണം. ഓടിക്കൊണ്ടിരുന്നാലേ അത് ബാലൻസ് കിട്ടുള്ളൂ. ഈ ബാലൻസ് ഇല്ലെങ്കിൽ ഒരു സംശയം വേണ്ട, മൂക്ക് കുത്തി എപ്പോ വീണെന്ന് ചോദിച്ചാൽ മതി. ഈ ബാലൻസ് എന്ന് പറയുന്നത് നമ്മളെ ജീവിതത്തിൽ നേടേണ്ടതാണ്. അത് ബാലൻസ് നേടിയാൽ അഡ്ജസ്റ്റ്മെന്റ്, ഈ ബാലൻസിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഓക്കെ, നമുക്ക് ബാലൻസിങ് കിട്ടി. ആ ബാലൻസിങ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സൈക്കിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഏതാണ് എന്നാണ് നിങ്ങളുടെ അഭിപ്രായം? പെഡല്. ആ സൈക്കിള് മുമ്പോട്ട് പോകണമെങ്കിൽ പെഡല് വേണം. ഓക്കെ, പെഡലെ ചവിട്ടിയാണല്ലോ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ചിലർക്കൊരു പ്രത്യേകതയുണ്ട്, പെഡലും ഉണ്ട് ടയറും ഉണ്ട് എങ്കിൽ ചിലർക്ക് പക്ഷെ ഉന്തി മാത്രമാണ് പരിചയം. സൈക്കിളിൽ ടയറും ഉണ്ട് പെഡലും ഉണ്ട് എങ്കിൽ ചിലർക്ക് അറിയത്തില്ല. ഈ ചില ആളുകളുണ്ട്, ഇപ്പം ഫോർ എക്സാമ്പിൾ വർക്ക് ലൈഫ് ബാലൻസിലേക്ക് വരുമ്പോൾ ഈ ടെക്നോളജിയുടെ കാലഘട്ടമാണ്. ടെക്നോളജിയുടെ കാലഘട്ടം നിങ്ങളുടെ ഏത് കാര്യവും വളരെ ഈസി ആയിട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ടെക്നോളജിയുടെ സഹായം ഉണ്ടെങ്കിൽ ലൈഫ് വളരെ സിമ്പിൾ ആക്കി. പക്ഷെ ചില ആളുകൾ ഇപ്പോഴും എന്താണ് പറയുന്നത്, 18ാം നൂറ്റാണ്ടിൽ നിന്ന് മുമ്പോട്ട് വരാൻ തയ്യാറില്ല. അവരെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ടെക്നോളജി വേണ്ട, എന്നെ കൊണ്ട് പറ്റത്തില്ല. ടെക്നോളജി പണ്ടത്തെ പോലെയല്ല, സിമ്പിൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ സൈക്കിളിന് പെഡലും ടയറിൽ കാറ്റും ഉണ്ട്, സൈക്കിൾ നല്ല സ്മൂത്ത് ആയിട്ട് മുമ്പോട്ട് പോകുന്നതാണ്. ആ സൈക്കിള് കയറിയിരുന്ന് ഓടിക്കാതെ, സൈക്കിൾ ബാലൻസിങ് അറിയുകയും ചെയ്യാം, അത് സ്മൂത്ത് ആയിട്ട് ഓടിക്കാതെ അത് തള്ളിക്കൊണ്ട് പോകുന്ന ആൾക്കാരെ ഇനിയുള്ള കാലം മുമ്പോട്ട് പോകുമ്പോൾ ഒരു കാര്യം മറന്നേക്കരുത്, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഈ ടെക്നോളജി ലൈഫിൽ കണക്റ്റഡ് ആയില്ല എങ്കിൽ വർക്ക് ലൈഫ് ബാലൻസിൽ ഒരുപാട് പ്രശ്നം വരും. കാരണം നമ്മുടെ ടൈം മാനേജ്മെന്റിനെ അത് ഒരു പ്രോബ്ലം ആയിട്ട് മാറും. ഇനി അടുത്ത ഒരു ഘടക, സൈക്കിളിനെ സംബന്ധിച്ച് പെഡലിന്റെ കാര്യം പറഞ്ഞു, വേറൊരു കാര്യം കൂടിയുണ്ട്, ബ്രേക്ക്. ടീച്ചറെ, ഇന്ദ്ര ടീച്ചറെ താങ്ക് യു. ഈ ബ്രേക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് കേട്ടോ. പലരുടെയും ജീവിതത്തിലെ പ്രശ്നങ്ങളില് അല്ലെങ്കിൽ വർക്ക് ലൈഫ് ബാലൻസ് പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് സൈക്കിൾ ഓടിക്കുമ്പോൾ അത് ബ്രേക്ക് പിടിക്കേണ്ടടുത്ത് ബ്രേക്ക് പിടിക്കണം. അത് ഇറക്കത്തിലാണെങ്കിൽ സൈക്കിൾ എടുക്കുന്നതിന് മുമ്പ് ബ്രേക്ക് ഓക്കെ ആണോ എന്ന് നോക്കിയാൽ മാത്രം പോരാ, ബ്രേക്ക് പിടിക്കേണ്ടടുത്ത് ബ്രേക്ക് പിടിച്ചേ മതിയാകും. ചിലരെ സംബന്ധിച്ച് ബ്രേക്ക് പിടിക്കുക എന്ന് പറയുന്നത് അവരുടെ തലയിൽ പോകുകയല്ല. ഈ ബ്രേക്ക് പിടുത്തം എന്ന് പറയുന്ന ജീവിതത്തിലേക്ക് വരുമ്പോൾ ഒരു സംശയം വേണ്ട, യേസ് പറയാനും നോ പറയാനുള്ള ഒരു കഴിവാട്ടോ. യേസ് പറയണം, നോ പറയേണ്ടടുത്ത് നോ പറയുക തന്നെ വേണം. ഓഫീസിലാകട്ടെ, പേഴ്സണൽ ലൈഫിലാകട്ടെ, സോഷ്യൽ ലൈഫിലാകട്ടെ, ഡിജിറ്റൽ ലൈഫിലാകട്ടെ, കൃത്യമായ യേസുകളും കൃത്യമായ നോകളുമാണ് ജീവിതത്തെ കൂടുതൽ ബ്യൂട്ടിഫുൾ ആകുന്നത്, ജീവിതമാകുന്ന സൈക്കിളിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ബ്രേക്കില്ലാത്ത സൈക്കിൾ ഇറക്കത്ത് ഓടിക്കുന്ന എത്രമാത്രം അപകടമാണ്, അത്ര തന്നെ അപകടമാണ് യേസും നോയും പറയേണ്ടടുത്ത് പറയാതെ മുമ്പോട്ട് പോകേണ്ടത്. അതുകൊണ്ട് നമുക്ക് ആ ബ്രേക്ക്, ലൈഫിന്റെ ബ്രേക്കില് പിന്നെ ഒരു കാര്യമുണ്ട്, കണ്ടിന്യൂസ് മൂവ്മെന്റ് അല്ല കേട്ടോ. ഇല്ല മാത്തിയാച്ച, ഇടയ്ക്കൊന്ന് സൈക്കിൾ നിർത്തി റെസ്റ്റ് എടുക്കണ്ടേ? സൈക്കിൾ ഓടിക്കാൻ വലിയ കഷ്ടപ്പാടുള്ള പണിയാണ്. അത് കാരണം കയറ്റവും ഉണ്ട്, ഇറക്കവും ഉണ്ട്. ചില ആളുകൾക്ക് ഒരു കാര്യമുണ്ട്, ഇറക്കത്തിൽ ഇങ്ങനെ സൈക്കിൾ മുമ്പോട്ട് കൊണ്ടുപോകും. ഇറക്കത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട്, ദൈവം കൊള്ളാം, ദൈവം അനുഗ്രഹിക്കുന്ന ആളാണ്, ദൈവം കൂടെയുണ്ട്, ദൈവം ഒക്കെയാണ്. കാരണം ഇറക്കത്തിലാണ്. ഈ ഇറക്കം കഴിഞ്ഞ് പിന്നെ ഒരു സാധനം വരുന്നുണ്ട്, കയറ്റം വരുമ്പോ പറയുന്നൊരു കാര്യമുണ്ട്, ശരിയല്ല, ദൈവം ശരിയല്ല, സമൂഹം ശരിയല്ല, വീട്ടുകാർ ശരിയല്ല, നാട്ടുകാർ ശരിയല്ല. കാരണം കയറ്റമാണല്ലോ, കഷ്ടപ്പാടാണ്. ഈ ഇറക്കവും കയറ്റവും ഉള്ളതാണ്. ഈ കണ്ടിന്യൂസ് ആയിട്ട് ഓടിച്ചു കഴിയുമ്പോൾ പലരുടെയും പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇടയ്ക്കൊന്ന് സൈക്കിൾ നിർത്തണമെന്നേ, ഒന്ന് ചാരി വെക്കണമെന്നേ, ഒന്ന് റെസ്റ്റ് എടുക്കണമെന്നേ. ചില ആൾക്കാരുണ്ട് ഓട്ടത്തോടോട്ടമാണ്. എന്തിനാണ് സാറേ? സമയമില്ല. കാരണം അടുത്ത തലമുറയ്ക്ക് വേണ്ടി എന്തൊക്കെയോ സമ്പാദിക്കാനുള്ള ഓട്ടമാണ്. ഉള്ള കാര്യം പറയാം, അടുത്ത തലമുറയ്ക്ക് കൃത്യമായിട്ട് നമ്മളെക്കാൾ വിവരമുണ്ട്, നമ്മളെക്കാൾ വിദ്യാഭ്യാസമുണ്ട്, അവർക്കറിയാം എന്താണ് ചെയ്യേണ്ടത്. നിങ്ങൾ ഇവിടെ സമ്പാദിച്ചിരുന്ന ഏക്കർ കണക്കിന് സ്ഥലമൊക്കെ ഇട്ടിട്ട് അവർ പോകും കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ജീവിതം. അത് US UK അവർക്കൊരു ഫ്ലാറ്റ് മതി, അല്ലെങ്കിൽ അവർ കംഫർട്ടബിൾ ആണ്. പക്ഷെ അപ്പോഴും 10 ഏക്കർ സ്ഥലമുള്ള അപ്പൻ ഇപ്പോഴും കഷ്ടപ്പാടാ. ഇപ്പോഴും എന്താണ് പറയുന്നത്, അവർ വെട്ടം കൂലിക്കാരനെ വെക്കത്തില്ല. കാരണം അതുകൂടെ ലാഭിക്കാമല്ലോ. ഓട്ടമാണ്. 60ാമത്തെ വയസ്സിൽ 70ാമത്തെ വയസ്സിൽ ലൈഫ് എൻജോയ് ചെയ്യുന്നില്ല. എന്റെ പൊന്നു ചങ്ങാതിമാരെ, ഈ ലൈഫ് ആകുന്ന സൈക്കിൾ മുമ്പോട്ട് ഓടിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് ഒന്ന് റിലാക്സ് ചെയ്യുക, ഇടയ്ക്കൊന്ന് ടൂറ് പോകുക, ഇടയ്ക്കൊന്ന് സെലിബ്രേറ്റ് ചെയ്യുക. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനുണ്ട്. പക്ഷേ
എന്തൊക്കെയോ വേണ്ടി നമ്മൾ ഇങ്ങനെ സൈക്കിൾ ചവിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ മറക്കണ്ട, ലൈഫ് സൈക്കിള് ഇടയ്ക്കൊന്ന് നിർത്തി ഒന്ന് റിലാക്സ് ചെയ്യാനുള്ള കഴിവുണ്ടാകണം. അപ്പൊ ബ്രേക്ക് പിടിക്കുക, ഇറക്കത്തിലും കയറ്റുന്നത്. അവിടെ ഒരു ചോദ്യം കൂടിയുണ്ട്. ഈ സൈക്കിൾ നിർത്തണമെങ്കിൽ നമുക്ക് വേണ്ട ഒരു സാധനം ഉണ്ട് കേട്ടോ, സ്റ്റാൻഡ്. ഈ സ്റ്റാൻഡ് ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ചാരി വെക്കേണ്ടി വരും. ഈ സ്റ്റാൻഡിന് ഒരു പ്രത്യേകതയുണ്ട്. ചിലപ്പോഴെങ്കിലും നമ്മളെ നിർത്തുന്നത് ഈ സ്റ്റാൻഡാണ്. സ്റ്റാൻഡ് വെക്കുന്നതും ചവിട്ടിയാണ്, സ്റ്റാൻഡ് എടുക്കുന്നതും ചവിട്ടിയാണ്. ഒരു ചവിട്ട് കൊടുത്തിട്ടാണ് സ്റ്റാൻഡ് സൈക്കിൾ നിർത്തുന്നതും, മറ്റൊരു ചവിട്ട് കൊടുത്തിട്ടാണ് ഈ സ്റ്റാൻഡ് കളയുന്നത്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ, നമ്മളെ ഒന്ന് നിർത്താൻ, നമ്മളെ ഒന്ന് താങ്ങി നിർത്താൻ വന്ന് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരു സംശയം വേണ്ട, താങ്ങി നിർത്തലിന്റെ ആവശ്യം കഴിയുമ്പോൾ പലരും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, കാലുമണിക്ക് ഒറ്റത്തു. സാറേ ഇപ്പൊ അതല്ല സാറേ, ഇപ്പം സൈഡ് സ്റ്റാൻഡ് ഉണ്ട്, അതിലാ എല്ലാരും വെക്കുന്നത്. ആ സൈഡ് സ്റ്റാൻഡ് ആയാലും അല്ലാത്ത സ്റ്റാൻഡ് ആയാലും ഈ കാലുകൊണ്ടാണ് ഈ സ്റ്റാൻഡ് തട്ടുന്നത്. ചിലപ്പോഴെങ്കിലും ഒന്ന് നിൽക്കാൻ, ബാലൻസ് കിട്ടാൻ ഈ സ്റ്റാൻഡ് വേണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴൊക്കെയോ ആരൊക്കെയോ സ്റ്റാൻഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. എപ്പോഴൊക്കെയോ നമ്മുടെ ജീവിതത്തിൽ ആരൊക്കെയോ സ്റ്റാൻഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ചിലപ്പോഴെങ്കിലും ഈ സ്റ്റാൻഡിനോട് യാതൊരു മര്യാദയും ആരും കാണിക്കാൻ. നമുക്ക് വേറൊരു കാര്യം കൂടി ഈ സൈക്കിൾ ലൈഫിലേക്ക് പോകുമ്പോഴാകാം. എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ നമ്മൾ ഈ സൈക്കിള് മേടിച്ചപ്പോഴ് എനിക്ക് തോന്നുന്നു മാത്യുവച്ചനൊക്കെ ഓടിച്ചിട്ട് സൈക്കിളിന്റെ ഒരു പ്രത്യേകത, സൈക്കിളിന്റെ സീറ്റിന്റെ പുറകിൽ ഒരു കാരിയർ ഉണ്ടായി. ശരിയല്ലേ? നിങ്ങൾ ഇന്ന് ഏത് സൈക്കിൾ ഷോപ്പിൽ പോയി നോക്കിക്കൊള്ളുക, ഒരു സൈക്കിളിന്റെ പുറകിലും ഇല്ലാത്തൊരു സാധനമാണ് കാരിയർ. ഇല്ല. പണ്ട് വീട്ടില് 3 മക്കളുണ്ടെങ്കിൽ ഒരു സൈക്കിൾ മേടിക്കും, മൂത്തവൻ ഓടിക്കും, ഇളയവൻ പുറകിൽ കയറും. എന്നിട്ട് മുമ്പോട്ട് പോകുമ്പോഴൊരു പ്രത്യേകതയുണ്ട്. ഇറക്കം വരുമ്പോഴേ രണ്ടുപേര് ഹാപ്പി ആയിട്ട് ഓടിക്കും. കയറ്റം വരുമ്പോഴ് ചിലപ്പോഴ് പുറകിലിരിക്കുന്നവൻ എഴുന്നേറ്റിട്ട് ഒന്ന് തള്ളിക്കൊടുക്കും. എളുപ്പമാണ്, സൈക്കിൾ മുമ്പോട്ട് പോകും. ഇപ്പം കയറ്റി ഇരുത്താനും ആളില്ല, പുറകിൽ നിന്ന് തള്ളാനും ആരുമില്ല. ഇപ്പം ഒരു വീട്ടില്, പണ്ട് ഒരു വീട്ടില് 2 ആൺകുട്ടികളാണെങ്കിൽ ഒറ്റ സൈക്കിള്, 3 ആൺകുട്ടികളാണെങ്കിൽ ഒരു സൈക്കിളായിരുന്നു. ആ സൈക്കിള് മൂത്തവൻ ഓടിച്ച് ഒരു റൗണ്ട് കഴിയുമ്പോൾ രണ്ടാമത്തവൻ ഓടിക്കും. പക്ഷെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വീട്ടിൽ 2 പേരുണ്ടെങ്കിൽ നമ്മൾ 2 സൈക്കിൾ മേടിക്കുന്നു. പക്ഷേ ജീവിതത്തിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. വർക്ക് ലൈഫ് ബാലൻസിലൊക്കെ നമുക്കൊരു സപ്പോർട്ട് ആവശ്യമുണ്ട്. ചിലപ്പോഴെങ്കിലും പുറകിൽ ഒരാളെ തള്ളാൻ സഹായിക്കാൻ, അത് ചിലപ്പോൾ ഒരു വാക്ക് കൊണ്ടായിരിക്കാം, ഒരു നോട്ടം കൊണ്ടായിരിക്കാം. ഇന്ദിര ടീച്ചറെ, കുഴപ്പമില്ല ടീച്ചറെ, ഞാനുണ്ട് കൂടെ. ചിലപ്പോൾ ഓഫീസിലുണ്ട്, നമ്മുടെ അസിസ്റ്റന്റ് ആയിരിക്കും പറയുക, കുഴപ്പമില്ല ടീച്ചറെ, ഡോണ്ട് വറി, ഞാനുണ്ട് കൂടെ. ചിലപ്പോൾ വീട്ടിൽ നിന്നായിരിക്കാം ആ വാചകം വരിക. ചിലപ്പോൾ സോഷ്യൽ ലൈഫിൽ കണ്ടുമുട്ടി ആരെങ്കിലും ആയിരിക്കാം, സാരമില്ല ജയശ്രീ ടീച്ചറെ, ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ. ഈ പുറകില് ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയ, പണ്ട് കാരിയറിൽ ഒരാൾ കയറിയിരിക്കുമ്പോഴ് അതൊരു ഭാരമായിരുന്നു. പക്ഷെ പണ്ടത്തെ ആളുകൾക്ക് പുറത്ത് കയറിയിരുന്ന ഒരു ആള് ഭാരമല്ലായിരുന്നു. കാരണം മുമ്പോട്ട് പോകുമ്പോഴ് മുമ്പിലിരിക്കുന്ന ആൾക്കും അറിയാം, ഈ നിരപ്പായ സ്ഥലങ്ങൾ കഴിഞ്ഞ് ഇറക്കം കഴിഞ്ഞ് ഒരു കയറ്റം ഉണ്ടാകും. ഈ ഇറക്കം കഴിഞ്ഞ് കയറ്റം ഉണ്ടാകുമ്പോൾ ഒരു പക്ഷേ പിറകിലിരിക്കുന്ന ആള് ഒന്ന് എഴുന്നേറ്റ് തള്ളിത്തരുമ്പോ കിട്ടുന്ന ഒരു റിലാക്സേഷൻ ഉണ്ട്. പേഴ്സണൽ ലൈഫിലായാലും പ്രൊഫഷണൽ ലൈഫിലായാലും ഫാമിലി ലൈഫിലായാലും സോഷ്യൽ ലൈഫിലായാലും നമുക്കൊരു കാര്യം ചെയ്യാം, മറ്റുള്ളവരെയും കൂടി അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ സൈക്കിളിന്റെ ആകട്ടെ കാരിയറൊക്കെ എടുക്കുന്ന കാലമാണ്. പറ്റുവാണെങ്കിൽ കാറിന്റെ സീറ്റൂടെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്ന കാലമാണ്. കാരണം ഞാൻ മാത്രമാണ്, ഞാൻ എന്റെ ഹാപ്പിനെസ്, എന്റെ സന്തോഷം, അതിനപ്പുറം വേറെ ഒന്നിലേക്ക് പോകാറില്ല. സോ സൈക്കിളിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. ബെല്ല്, ഈ പറയുന്ന ബ്രേക്ക് കൂടാതെ വേറൊരു സാധനം കൂടി സൈക്കിളിലുണ്ട്, ബെല്ല് എന്ന് പറയും. ഈ ബെല്ല് കൃത്യമായിട്ട് അടിച്ചു പോയാല്, ഈ ബെല്ലടിക്കേണ്ടത് ബെല്ലടിക്കണം. ചില ആളുകളുടെ സൈക്കിളിന് പിന്നെ ബെല്ലേ കാണും. ഈ ഓട്ടത്തിനിടയ്ക്ക് ഇരിക്കുന്ന ആൾക്കാരൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ നമ്മുടെ ലൈഫില് ഈ ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടന്റ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഹെൽത്ത് പലപ്പോഴും അലാമായിട്ട് സൈക്കിളിന്റെ ബെല്ലടി പോലെ നമുക്ക് അലാം തരാറുണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മള് ഇതെല്ലാം മാറ്റി വെക്കും. വ്യായാമം 24 മണിക്കൂറിന്റെ 30 മിനിറ്റ് വ്യായാമം സമയമില്ല. കാരണം ഓഫീസിൽ പോയി തിരിച്ച് വന്ന് ഓൺലൈൻ ക്ലാസ്, അത് കഴിഞ്ഞ് ഇത് ഡിജിറ്റൽ ലൈഫ്, ഇതെല്ലാം കഴിഞ്ഞിട്ട് സമയമില്ല. എക്സസൈസ് ചെയ്യാൻ സമയമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടമാണ്. ഈ ഇടയ്ക്കിടയ്ക്ക് ശരീരം, സൈക്കിളിന്റെ ബെല്ല് മറ്റുള്ളവർക്ക് ഒരു മുന്നറിയിപ്പാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ബെല്ലുണ്ട്. ഈ ബെല്ലടിക്കുമ്പോഴെങ്കിലും ഒരു കാര്യം മറക്കരുത്, ഇറ്റ്സ് ആൻ അലാം. ആ അലാം കൃത്യമായിട്ട് മനസ്സിലാക്കി കൃത്യമായിട്ട് ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഈ ഫിനാൻഷ്യൽ ബാലൻസിങ്, ഇതൊക്കെ നമ്മുടെ ലൈഫിനെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആണെങ്കിൽ മാത്രമേ ഈ സൈക്കിള് മുമ്പോട്ട് പോകും. ജീവിതം ഒരു സൈക്കിളാണ് എങ്കിൽ ഞാൻ അതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ പറയുന്ന സൈക്കിളിന്റെ ഓരോ ഘടകങ്ങൾ എടുക്കുക. മറക്കണ്ട കേട്ടോ ജയശ്രീ ടീച്ചറെ, എത്ര നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്താലും ചിലപ്പോ സൈക്കിളിന്റെ ചെയിൻ അങ്ങ് തെറ്റും. ഈ ചെയിൻ തെറ്റുമ്പോൾ നമ്മൾ സൈക്കിൾ ഉപേക്ഷിക്കാറുണ്ടോ? നിങ്ങൾ ആരെങ്കിലും പണ്ട് കാലത്ത് കുഞ്ഞുനാളിൽ സൈക്കിൾ ഓടിച്ചപ്പോൾ സൈക്കിളിന്റെ ചെയിൻ തെറ്റിപ്പോയപ്പോൾ സൈക്കിളെ ഉപേക്ഷിച്ച ആരെങ്കിലും? ഇല്ല. ചെയിൻ തെറ്റിയാൽ ഒറ്റ വഴിയുള്ളൂ, ചെയിൻ കയറ്റിയിടുക. ഈ ചെയിൻ കയറ്റിയിടുന്ന ഒരു പ്രശ്നമുണ്ട് ഇതിനകത്ത്, മറ്റേ ഓയിലും ഈ ചില ആളുകളുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെയിൻ തെറ്റിയത് ഒരു സിമ്പിൾ കാര്യമാണ്, ആ ചെയിൻ പിടിച്ചിടാം. ഈ ചെയിൻ പിടിച്ചിടാതെ അവര് തന്നെ ഒരു കാര്യം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, അവര് ചിലപ്പോഴ് സൈക്കിൾ തന്നെ ഉപേക്ഷിക്കും. നമ്മുടെ ലൈഫിലേക്ക് സാറേ ഒറ്റ കാര്യം സാറ് പറഞ്ഞ വളരെ കറക്റ്റാ. സൈക്കിള് ഞങ്ങളുടെ ഈ പള്ളിയുടെ താഴെ ഇപ്പൊ ഒരാള് സൈക്കിള് കൊണ്ടുവച്ചിട്ട് ഒരാഴ്ചയുടെ മുകളിലായി. അത് രാത്രി ഏതോ കള്ളൻ എവിടെന്തോ കട്ടോണ്ട് വന്ന അതിന്റെ ചെയിൻ പോയി കിടക്കുകയാണ്, അവൻ ഉപേക്ഷിച്ചിട്ട് പോയി. അത്രേ ഉള്ളൂ. സത്യ. പക്ഷെ ഈ സൈക്കിൾ എന്ന് പറയുന്ന സിമ്പിളിനെ നമ്മൾ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റും. ജീവിതമാകുന്ന സൈക്കിളിന്റെ ചെയിൻ തെറ്റി പോകുമ്പോൾ ഉപേക്ഷിക്കുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, കഴിഞ്ഞ കുറെ നാളുകൾക്ക് മുമ്പ് കേരളം മുഴുവൻ ചർച്ച ചെയ്തൊരു കാര്യമുണ്ട്. MBBS കഴിഞ്ഞ് MDക്ക് പഠിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടി ചെറുതായിട്ട് ജീവിതത്തിന്റെ ചെയിൻ ഒന്ന് തെറ്റിയപ്പോൾ ജീവിതമേ അവസാനിപ്പിച്ചു. MBBS കഴിഞ്ഞ് MD അല്ലെങ്കിൽ PGക്ക് പഠിക്കുന്ന ഒരു കുട്ടിക്ക് IQ ഇല്ലാത്തതുകൊണ്ടല്ല, EQ ഇല്ലാത്തതുകൊണ്ട് ജീവിതത്തിന്റെ ചെറിയ ഒരു സൈക്കിളുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ആ ചെയിൻ ഒന്ന് തെറ്റിയതേ ഉള്ളൂ. ഒന്ന് മെനക്കെട്ടാൽ ആ ചെയിൻ പിടിച്ചിടാം. അല്ലെങ്കിൽ ആരോ ഒരാള് ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്, സർവി എനിക്ക് ചെയിൻ പിടിച്ചിടാൻ പറ്റുന്നില്ല എങ്കിൽ ഒരു സംശയവും വേണ്ട, മറ്റാരെങ്കിലും ഒരു സഹായത്തിന് വിളിച്ച് ചെയിൻ പിടിച്ചിടാവുന്നതേ ഉള്ളൂ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഈ ചെയിൻ പിടിച്ചിടണമെങ്കിൽ ഒരു സംശയം വേണ്ട, ഈ കയ്യില് കരിയാകും, കയ്യിൽ ചില ഓയിലാകും. പക്ഷെ അതുകൂടെ വേണം. ശരിക്കും പറഞ്ഞാൽ ലൈഫ് പേഴ്സണൽ ലൈഫിലും ഫാമിലി ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും ഒക്കെ ഈ ചെയിൻ തെറ്റലുകൾ ഉണ്ടാകും. ഈ ടയറിന്റെ കാറ്റ് പോക്കൽ ഉണ്ടാകും. ഈ ടയറിന്റെ കാറ്റ് പോകുമ്പോൾ ചെയിൻ തെറ്റുമ്പോൾ സൈക്കിൾ ഉപേക്ഷിക്കുകയല്ല, ജീവിതം ഉപേക്ഷിക്കുകയല്ല, വി ഹാവ് ഓൾട്ടർനേറ്റീവ്. ഈ ഓൾട്ടർനേറ്റീവ് കൃത്യമായിട്ട് കണ്ടെത്താനും ആ ഓൾട്ടർനേറ്റീവ് വെച്ചിട്ട് വീണ്ടും അത് മുമ്പോട്ട് പോകാൻ, സൈക്കിൾ ബാലൻസ് തൊട്ടണമെങ്കിൽ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. പല ആൾക്കാർക്കും ഈ മൂവ് ചെയ്യാനുള്ള കഴിവില്ല. അതുകൊണ്ട് നമുക്ക് മൂവ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാം. ഒന്ന് ആലോചിച്ച് നോക്കുക, ഞാൻ ഈ സൈക്കിളിനെ ജീവിതവുമായിട്ടാണ് കണക്ട് ചെയ്തത്. ചില ആളുകൾക്ക് ഈ ഇറക്കത്തിൽ ഭയങ്കര അവര് ഹാപ്പിയാണ്, കാരണം സന്തോഷം ഒക്കെയാണ്, പ്രൊമോഷൻ കിട്ടുമ്പോഴൊക്കെയാണ്, നല്ല വാക്കുകൾ കിട്ടുമ്പോഴൊക്കെയാണ്, അപ്രിസിയേഷൻ കിട്ടുമ്പോഴൊക്കെയാണ്. അങ്ങനെയാണെങ്കിൽ സാധിക്കുന്ന എല്ലാവരും ഒന്ന് വീഡിയോ വരാവോ. വീഡിയോ വരുമ്പോൾ നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. നിങ്ങൾ ആരെയെങ്കിലും ഒരാളെ കണ്ടെത്തിയിട്ട് ആളുടെ വീഡിയോ വന്നെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. സാധിക്കുന്ന എല്ലാവരും ഒന്ന് വീഡിയോ വരിക. നിങ്ങളൊരു കാര്യം ചെയ്യുക, ആ വീഡിയോയിൽ കാണുന്ന പുഞ്ചിരിക്കുന്ന മുഖങ്ങളെ ആരെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് ആളെ പറ്റി ഒരു നല്ല കാര്യം ചാറ്റ് ബോക്സിൽ ഒന്ന് ഇട്ടേക്കാവോ. മേ ബി സതീഷ് സാറിന്റെ പുഞ്ചിരിക്കുന്ന മുഖവുമായിട്ട് വൈബ്രന്റ് ആയിട്ട് സതീഷ് സാർ എത്തിയിട്ടുണ്ട്. അപ്പം ഞാനൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം പറഞ്ഞു. നിങ്ങളൊരു കാര്യം ചെയ്യുക, സ്ക്രീനിൽ കാണുന്ന പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളെ കണ്ടെത്തുക, എന്നിട്ട് ഒരു കമന്റ് ചാറ്റ് ബോക്സിൽ ഒന്ന് ഇട്ടേക്കുക. ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ചില ആളുകൾ അങ്ങനെയാണ്, വേറൊരാളുടെ സൈക്കിളിന്റെ കാറ്റ് പോയാല് പണ്ട് ബൈബിളിൽ ഒരു കഥയുണ്ട്, സമറിയക്കാരന്റെ കഥ. മാത്യു അച്ഛനൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ കഥ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ചില ആളുകൾ വീണു പോകുമ്പോൾ താങ്ങുന്ന ആളുകളുണ്ട്, നല്ല സമറിയക്കാരനാകുന്ന. ചില ആളുകള് കാറ്റുപോയി ഇങ്ങനെ എന്താണ് പറയുന്നത്, വഴി നിൽക്കുമ്പോൾ കാണാതെ പോകുന്ന ആൾക്കാരും ഉണ്ട്. എന്തായാലും നിങ്ങളുടെ ചാറ്റ് ബോക്സിലൊക്കെ ലിത്തോഷത്തിന്റെ സ്മൈല് സൂപ്പർ ആണെന്ന് പറഞ്ഞിരിക്കുന്ന സരീന ടീച്ചറാണ്. സരീന ടീച്ചറെ താങ്ക് യു. ഓക്കെ, ബാക്കിയുള്ള ഓക്കെ, പോൾ സാർ ഓക്കെ, ഓമന ടീച്ചർ മെസ്സേജ് വരുന്നുണ്ട്, വെരി സ്മാർട്ട്. ആ പേരൂടെ വേണം, നിങ്ങൾ ആരെ പറ്റിയാണ് പറയുന്നത് ആ പേരൂടെ വേണേ. ഇവിടെ സിമ്പിൾ ആണ്. നമ്മുടെ പേഴ്സണൽ ലൈഫിലും നമ്മുടെ ഫാമിലി ലൈഫിലും നമ്മുടെ പ്രൊഫഷണൽ ലൈഫിലും ഒക്കെ ഈ അവാർഡ് കിട്ടുമ്പോൾ നമ്മൾ ഹാപ്പിയാണ്, സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ ഹാപ്പിയാണ്, പോസിറ്റീവ് കിട്ടുമ്പോൾ നമ്മൾ ഹാപ്പിയാണ്. വേറൊരു കാര്യം കൊണ്ടുണ്ട്, അവാർഡുകൾ മാത്രമല്ല ലൈഫിൽ കിട്ടുന്നത്, ഈ എന്താ പറയുന്നത്, മെമ്മോയും കിട്ടാറുണ്ട്. വിജയം മാത്രമല്ല ഉള്ളത്, പരാജയം ഉണ്ടാകാറുണ്ട്. ഉയർപ്പ് മാത്രമല്ല ഉണ്ടാകാറ്, വീഴ്ചയും ഉണ്ടാകാറുണ്ട്. ഈ വീഴ്ച വരുമ്പോഴും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ സൈക്കിള് ഇറക്കത്തിലേക്ക് ഓടിക്കുമ്പോഴുള്ള ചില ഒരു സ്മൂത്ത്നെസ് ഉണ്ട്, ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹാപ്പിനെസ് ഉണ്ട്.
കയറ്റം കയറുമ്പോഴുള്ള ഈ ശാപങ്ങള്, കയറ്റം കയറുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഒഴിവാക്കാം. സോ ഞാൻ മുമ്പ് പറഞ്ഞ ആദ്യത്തെ പോയിന്റുകളിലേക്ക് വീണ്ടും തിരിച്ചു വരികയാണ്. ആത്മവിശ്വാസവും ഒപ്പം ഉള്ള ഒരു ജീവിതമായിട്ട് ഒന്ന് മാറ്റാം. രണ്ടു തരം ആൾക്കാരുണ്ട്. സ്വന്തം സൈക്കിളിന്റെ മാത്രം അത് ഓഫീസില്, പേഴ്സണൽ ലൈഫില്, ഫാമിലി ലൈഫില്, സോഷ്യൽ ലൈഫില്, ഡിജിറ്റൽ ലൈഫില് സ്വന്തം സൈക്കിളിന്റെ കാറ്റ്, സ്വന്തം സൈക്കിളിന്റെ ബ്രേക്ക്, സ്വന്തം അതിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ആളുകളുണ്ട്. ചില ആളുകളുണ്ട് എന്നാൽ കൂടെ ഓടിക്കുന്ന ആളുകൾ. നമ്മുടെ ആദ്യത്തെ കഥയിലേക്ക് ഒന്ന് തിരിച്ചു പോകാം. അവിടെ ഒരു മണ്ടം പയ്യൻ ഉണ്ടായിരുന്നു. ആ മണ്ടം പയ്യൻ ആദ്യത്തെ മുമ്പിലോടിയ ആ പയ്യന്റെ ടയർ പഞ്ചർ ആയപ്പോൾ അവൻ കാണിച്ചൊരു മണ്ടത്തരമുണ്ട്. ചില ആളുകൾ അങ്ങനെയാണ്. അപ്പോ ഈ ലൈഫ് മുമ്പോട്ട് പോകുമ്പോൾ ലൈഫ് ബാലൻസിങ്ങിന്റെ ഭാഗമായിട്ട് നമുക്ക് മറ്റു ചിലരെയും കൂടി സഹായിക്കേണ്ട ഉത്തരവാദിത്വം കൂടിയുണ്ട്. ആ പരസ്പര സഹായം അല്ലെങ്കിൽ ടീം വർക്കാണ് എല്ലാവരുടെയും ലൈഫിനെ കൂടുതൽ സ്മൂത്ത് ആക്കുന്നത്, ബാലൻസിങ് ആക്കുന്നത്. എന്റെ കയ്യിൽ ഒരു സൈക്കിൾ ഇരിപ്പുണ്ട്, നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ഈ സൈക്കിളിന് പ്രത്യേകതയുണ്ട്. ഇതിന് 3 വീലുണ്ട് കേട്ടോ. ഇതിന് 3 വീലുണ്ട്, ബ്രേക്ക് ഉണ്ട്. ചില ആളുകൾ അങ്ങനെയാണ്. ഈ നോർമലി സൈക്കിളിന് 2 വീലാണ്. ചില ആളുകളുടെ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് 3 വീലുള്ള സൈക്കിൾ കിട്ടുവാണെങ്കിൽ സന്തോഷം. ഈ 3 വീലുള്ള സൈക്കിള് ഇപ്പം ഡിഫറെന്റ്ലി ഏബിൾ ആയിട്ടുള്ള ഒരാള് ആഗ്രഹിക്കുവാണെങ്കിൽ അത് ജെനുവിൻ ആയിട്ടുള്ള ആഗ്രഹമാണ്, അത് ഓക്കെയാണ്. ചില ആളുകളുണ്ട് ഒരു കുഴപ്പമില്ല, സൈക്കിൾ ചവിട്ടാൻ ആരോഗ്യമുണ്ട്, കരുത്തുമുണ്ട്, അപ്പോഴും ആഗ്രഹിക്കും എന്താണ് പറയുന്നത് 3 വീല്. ഈ ചില ആളുകൾ അങ്ങനെയാണ്. കഷ്ടപ്പെടാതെ എങ്ങനെ ജീവിക്കാം. ലോട്ടറി അടിച്ചായിരുന്ന കുറച്ചുകൂടെ സന്തോഷമായിരുന്നു. എങ്ങനെ മുമ്പോട്ട് പോകാം എന്ന ഈ സൈക്കിളുമായിട്ട് ഞാൻ ഈ ലൈഫിനെ മുഴുവൻ കണക്ട് ചെയ്തിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. നമുക്ക് ഇവിടെ ആ സൈക്കിൾ ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ മറക്കണ്ട, ഓരോ ജീവിതത്തിലെ നിങ്ങളൊന്ന് കണക്ട് ചെയ്യുക. എപ്പോഴൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങൾ ബ്രേക്ക് പിടിക്കേണ്ട എല്ലായിടത്തും നിങ്ങൾ ബ്രേക്ക് പിടിച്ചിട്ടുണ്ട്. ബെല്ലടിക്കേണ്ട എല്ലായിടത്തും നിങ്ങൾ ബെല്ലടിച്ചിട്ടുണ്ടോ? ഈ സൈക്കിളിന്റെ ബെല്ല് എന്ന് പറയുന്ന ഫാമിലി ലൈഫില് മകനോട് ചിലപ്പോ പറയേണ്ട ഒരു നോ പറഞ്ഞിട്ടുണ്ടോ? എടാ മൊബൈൽ എടുക്കരുത് എന്ന് അവനോട് 16ാമത്തെ വയസ്സിൽ പറയുമ്പോൾ അവൻ വയലന്റ് ആകുമ്പോൾ ഒരു കാര്യം മറക്കരുത്, 4ാമത്തെ വയസ്സിൽ അവനെ ഫുഡ് കഴിപ്പിക്കാൻ ഈ സാധനം എടുത്തു കൊടുത്തത് ആരാ? ഞാൻ തന്നെയാണ്. ഈ അച്ഛനും അമ്മയും തന്നെയാണ്. അന്ന് ഈ ബെല്ലുണ്ടായിരുന്നു, ബ്രേക്കും ഉണ്ടായിരുന്നു. ഇത് രണ്ടും ചെയ്തിട്ടില്ല. എന്നിട്ട് ഈ 16ാമത്തെ വയസ്സിൽ ബ്രേക്ക് പിടിക്കാൻ ചെന്ന് ഇച്ചിരി പാടാ ഫാമിലി ലൈഫ്. ബ്രേക്ക് പിടിക്കേണ്ടത് ബ്രേക്ക് പിടിക്കണേ, ബെല്ലടിക്കേണ്ടത് ബെല്ലടിക്കണേ. നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കംഫർട്ടബിൾ ആയിട്ടുള്ള സമയത്ത് ഇതൊന്നും ചെയ്യല്ല. പിന്നെ നമ്മൾ ബ്രേക്ക് പിടിക്കാൻ നോക്കുമ്പോൾ സമ്മതിക്കുകയല്ല. നോ പറയേണ്ടടുത്ത ഇവിടെ ബെല്ലും ബ്രേക്കും എന്ന് ഉദ്ദേശിക്കുന്നത് പറയേണ്ട നോ. പേഴ്സണൽ ലൈഫിൽ പറയേണ്ട നോ പറഞ്ഞേ മതിയാകൂ. പ്രൊഫഷണൽ ലൈഫിൽ പറയേണ്ട നോ പറഞ്ഞേ മതിയാകൂ. പറയേണ്ട യേസും പറഞ്ഞേ മതിയാകൂ. ഇനി സോഷ്യൽ ലൈഫിലേക്ക് വന്നാൽ, ഡിജിറ്റൽ ലൈഫിൽ അൺപ്ലഗ് ചെയ്യേണ്ട സമയത്ത് അൺപ്ലഗ് ചെയ്തേ മതിയാകൂ. ഈവൻ ഞാൻ മുമ്പ് പറഞ്ഞ പയ്യന്റെ ഒരു ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവരുടെയൊക്കെ ടെക്നിക്കൽ ഐക്യു, ഈ പറയുന്ന കൗമാരക്കാരുടെ ഒക്കെ ടെക്നിക്കൽ ഐക്യു എത്രമാത്രം മുമ്പിലാണ്, നമ്മളെക്കാളൊക്കെ ഒരുപാട് മുമ്പിലാണ് അവർ പോകുന്നത്. അവിടെയൊക്കെ നമ്മൾ ഈ പറയുന്ന ചില ലിമിറ്റേഷൻസ്, ചില ബൗണ്ടറികൾ അത് പ്രധാനപ്പെട്ടതാണ്. പിന്നെ സൈക്കിൾ എല്ലാ വഴിയിലും ഓടിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഒറ്റ ചോദ്യം ചോദിച്ചോട്ടെ, കുപ്പിച്ചില്ലും മാണിയും നിറഞ്ഞു കിടക്കുന്ന വഴി, 2 വഴികളുണ്ട് സതീഷ് സാറേ. ഒരു വഴി അത്യാവശ്യം ടാറിട്ട റോഡാണ്, നല്ലൊരു ഷോർട്ട് കട്ട് ഉണ്ട്. മറ്റേ ടാറിട്ട റോഡിൽ പോയി കഴിഞ്ഞാൽ 25 കിലോമീറ്റർ, ഷോർട്ട് കട്ടിൽ പോയാൽ 3 കിലോമീറ്റർ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, മുഴുവൻ ആണിയും കുപ്പിച്ചില്ലുമാണ്. സാർ ഏത് വഴിക്ക് പോകും? സതീഷ് സാറേ, ഇനി സതീഷ് സാറ് ലൈവ് അല്ല എങ്കിൽ എന്റെ ചോദ്യം ഇതാണ്. 25 കിലോമീറ്റർ ഓടിക്കേണ്ട ടാറിട്ട റോഡും ഉണ്ട്, 3 കിലോമീറ്റർ ഷോർട്ട് കട്ടും ഉണ്ട്. ഈ 3 കിലോമീറ്ററിന് പ്രശ്നമുണ്ട്, ആണി കുപ്പിച്ചിൽ അടക്കമുള്ള എല്ലാ സാധനവും ഉണ്ട്. സാർ ഏത് റോഡ് തെരഞ്ഞെടുക്കും? ലോങ് വഴി തന്നെ എടുക്കും സാറ്, നല്ല വഴി തന്നെ എടുക്കും. ഈ മലയാളിയാണ് ഏറ്റവും കൂടുതൽ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരുമാതിരിപ്പെട്ട ഉഡായിപ്പുകൾ മുഴുവൻ നടക്കുന്ന ഒരു സ്ഥലം കേരളമാണ്. ആട്, മാഞ്ചിയം, തേക്ക് എന്ന് വേണ്ട ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഇറക്കുമതി ചെയ്യാം. ഈവൻ വന്ന് പറയുന്നൊരു കാര്യമുണ്ട്, 1 ലക്ഷം ഇട്ടോ ഇത്ര ശതമാനമാണ് പലിശ. ഒരു മിനിമം കോമൺ സെൻസ് വെച്ച് ഫിനാൻഷ്യൽ ഇത് വെച്ചിട്ട് ചിന്തിച്ചാൽ അറിയാം ഈ ഇൻട്രസ്റ്റ് ഒരിക്കലും കിട്ടത്തില്ല. അപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, എങ്ങാനും പണ്ട് സലീം കുമാർ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, എങ്ങാനും ബിരിയാണി കിട്ടിയാലോ. നമ്മുടെ മലയാളിയുടെ നല്ല ശതമാനം ലൈഫ് ബാലൻസ് പോകുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഷോർട്ട് കട്ട് വഴി കയറും.
കാരണം മറ്റത് 25 കിലോമീറ്റർ ഓടണമല്ലോ, കഷ്ടപ്പാടാ. ഇതാകുമ്പോ 3 കിലോമീറ്റർ. എങ്ങാനും ആണി കൊള്ളാതെ എത്തിയാലോ. ലോകത്ത് ഒരിക്കലും പോസിബിൾ അല്ലാത്ത ഇൻട്രസ്റ്റ് പ്രോമിസ് ചെയ്ത് ഒരു പൈസ ഇടാൻ പറയുമ്പോഴും ചില ആളുകളുടെ ചിന്ത ഇതാണ്. പണ്ട് സലീംകുമാർ പറഞ്ഞ അതേ സാധനം എങ്ങാനും ബിരിയാണി കിട്ടിയാലോ. ഈ ലൈഫ് മുമ്പോട്ട് പോകുമ്പോൾ പല ആളുകളുടെയും ലൈഫിനെ കോംപ്ലിക്കേറ്റഡ് ആക്കിയത് ഈ എന്താണ് പറയുന്നത്, ഭയങ്കര റിസ്കി ആയിട്ടുള്ള ഷോർട്ട് കട്ടുകൾ എടുക്കുന്ന ഒരു പ്രത്യേകത. ഭയങ്കര റിസ്കി ആയിട്ടുള്ള ഷോർട്ട് കട്ടുകൾ. ഉള്ള കാര്യം പറയാം, നേരായ വഴിയെ പോയി കഴിഞ്ഞാൽ ആ വഴി ഇച്ചിരി കഷ്ടപ്പാടുള്ളതും കുറെ അധികം ചവിട്ടേണ്ടതുമാണ്. പക്ഷെ ചവിട്ടിയാൽ ഒരു കാര്യം ഓർക്കുക, തുടർച്ചയായിട്ട് വീല് മാറ്റേണ്ടി വരിക. പലരും ഈ പറയുന്ന ഷോർട്ട് കട്ടിലൂടെ പോയത് കൊണ്ടാണ് ലൈഫ് വളരെ കോംപ്ലിക്കേറ്റഡ് ആകുന്നത്. നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആകാതെ ഒന്ന് ഓടിച്ചു നോക്കാം ജീവിതമാകുന്ന സൈക്കിള്. അപ്പൊ മറക്കണ്ട, പുറകിലൊരു കാരിയറൊക്കെ ഫിറ്റ് ചെയ്തെന്നേ, പുറകിലൊരു കാരിയറൊക്കെ ഫിറ്റ് ചെയ്യുന്നേ. ആരെങ്കിലും ഒക്കെ കയറട്ടേന്നേ. കയറുമ്പോൾ ഇച്ചിരി വെയിറ്റ് ആന്നേ. ഓഫീസിലുള്ള അസിസ്റ്റന്റ് ആകട്ടെ, നമ്മളെ സമൂഹത്തിലുള്ള ഒരാളാകട്ടെ, ഒന്ന് പുറകെ കയറ്റ്. കുറെ നേരം ഒന്നിച്ച് പോ. ഇടയ്ക്കൊന്ന് പെട്ട് കഴിയുമ്പോൾ തള്ളാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടാകും. അപ്പൊ ഈ ചില ആളുകളുണ്ട്, അവർക്ക് പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും മാത്രമേ ഉള്ളൂ. സോഷ്യൽ ലൈഫ് എന്ന് പറയുന്ന സാധനമില്ല. സോഷ്യൽ ലൈഫ് എന്ന് പറയുന്ന സാധനമില്ല. പിന്നെ പുതിയൊരു ട്രെൻഡ് ഉണ്ട്. അടുത്ത തൊട്ടയൽവക്കത്തെ വീട്ടിലെ ആളെ അറിയത്തില്ലെങ്കിലും അസർബൈജാനിലെ ആൾക്കാരെയൊക്കെ അറിയാം, ഉക്രൈനെ ആൾക്കാരെ അറിയാം. കാരണം ഇവരൊക്കെ ഫേസ്ബുക്ക് ഫ്രണ്ട്, ഇൻസ്റ്റാഗ്രാം ഫ്രണ്ടുമാണ്. ഞാൻ എപ്പോ പുതിയ ചുരിദാർ ഇട്ടിട്ട് ഫോട്ടോ ഇട്ടാലും അസർബൈജാനിൽ നിന്ന് എനിക്ക് ലൈക്ക് വരും, കമന്റും വരും. കൊള്ളാം, വാവ്, സൂപ്പർ. ഈ അയലക്കത്തുള്ള മത്തായി ചേട്ടൻ തിരിഞ്ഞു നോക്കാറേ ഇല്ല. അയലക്കത്തുള്ള ലൂസി ചേച്ചി ഒട്ടും മൈൻഡ് ചെയ്യാറോ ഇല്ല. പക്ഷെ ഞാനൊന്ന് വീണാല് ഒരു സംശയം വേണ്ട, ഈ അസർബൈജാനിൽ നിന്ന് കമന്റ് ഇട്ട ഒരുത്തനും വരാൻ പോകുന്നില്ല, യുക്രൈനിൽ നിന്ന് സപ്പോർട്ട് ചെയ്ത ഒരാളും വരാൻ പോകുന്നില്ല. അതുകൊണ്ട് ഈ തൊട്ടടുത്തുള്ള സോഷ്യൽ ലൈഫ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പുതിയ കാലഘട്ടത്തിൽ ഈ സോഷ്യൽ ലൈഫ്, വർക്ക് ലൈഫ് ബാലൻസ് നമുക്ക് മറ്റുള്ളവരുടെ സപ്പോർട്ടൂടെ വേണം. കാരണം മനുഷ്യൻ എന്ന് പറയുന്ന ഒരു സോഷ്യൽ അനിമലാണ്. അവൻ സാമൂഹ്യ ജീവിതമാണ് അവൻ പഠിച്ചിരിക്കുന്നത്. ഡിജിറ്റൽ ലൈഫിലേക്ക് ഫുള്ള് പോകുമ്പോൾ ഒരു കാര്യം ഓർക്കണം. ഒന്ന്, നമ്മുടെ ടൈം മാനേജ്മെന്റ് തെറ്റുന്നു. ബന്ധങ്ങൾ ഉണ്ടാകണം. എപ്പോഴും എന്റെ ഗുരുവായ മാത്യു സാർ പറയുന്ന ഒരു കാര്യമുണ്ട്, ശരിക്കും പണ്ടൊക്കെ കുട്ടികളെ വളർത്തിയിരുന്നത് ഒരു ഗ്രാമമാ. ഇപ്പോഴോ? ഇപ്പൊ നമ്മുടെ കുട്ടികളെ വളർത്തുന്ന ആരാ? നമ്മുടെ കുട്ടികളെ ഇപ്പൊ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വളർത്തുന്ന സുക്കൻബർഗ് ഒക്കെയാണ്. അവര് ഡിജിറ്റൽ ലൈഫാണ്. സോ ഈ ലൈഫുള്ള സോഷ്യൽ ലൈഫ് വേണം. അത് വർക്ക് ലൈഫ് ബാലൻസിന്റെ ഒരു ഇമ്പോർട്ടൻസ് തന്നെയാണ്. നമ്മള് നാട്ടിലേക്ക് ഇറങ്ങണം, സംസാരിക്കണം, അമ്പലത്തിൽ പോകണം, പള്ളിയിൽ പോകണം, മോസ്കിൽ പോകണം. ഞാൻ ഈ അടുത്ത കാലത്തൊക്കെ കണ്ടൊരു കാര്യമുണ്ട്, നമ്മളൊക്കെ തുടർച്ചയായിട്ട് വരുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കംഫർട്ടബിൾ ഇതിനു വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്ന ആൾക്കാരാ. സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാം ഒന്നിച്ച് കിട്ടുമല്ലോ. അവിടെ നമ്മൾ ഒരു കാര്യം ചെയ്യാറില്ല. ഒരു കാരണവശാലും നമ്മള് എന്താണ് പറയുന്ന വില പേശാറുമില്ല. തൊട്ടടുത്ത ചാക്കോച്ചേട്ടന്റെ പലചരക്കടകൾ ഉണ്ട് കേട്ടോ, പൂട്ടാറായതാ. തൊട്ടടുത്ത അരുണിന്റെ ചെറിയ കൂൾബാർ ഉണ്ട് കേട്ടോ, പൂട്ടാറായതാ. നമുക്ക് മാത്രമല്ല അവർക്കും ജീവിക്കണം. അതുകൊണ്ട് നമ്മളെ ഈ കോർപ്പറേറ്റ് ലൈഫ്, സോഷ്യൽ ലൈഫ് എൻജോയ് ചെയ്യുമ്പോൾ അടിച്ചു പൊളിക്കപ്പെടും. ചുറ്റുമുള്ളവരെയും കൂടി ഒന്ന് കാണാം. എന്റെ ലൈഫ് മാത്രമല്ല അവരുടെ ലൈഫും ഇമ്പോർട്ടന്റ് ആണ് എന്നൊന്ന് മനസ്സിലിടാം. സോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെ മുഴുവൻ ഒരു സൈക്കിളുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് കൊണ്ടുപോയത്. വർക്ക് ലൈഫ് ബാലൻസിൽ ഇത്രയും കാര്യങ്ങള്, പേഴ്സണൽ ലൈഫിലും ഓഫീസിലെ സോഷ്യൽ ലൈഫിലെ ഡിജിറ്റൽ ലൈഫില് ബെല്ലടിക്കേണ്ടടുത്ത് ബെല്ലടിച്ചോളുക, ബ്രേക്ക് പിടിക്കേണ്ടടുത്ത് ബ്രേക്ക് പിടിച്ചോളുക, പുറകെ പറ്റുവാണെങ്കിൽ ഒരാളെയും കൂടി ഒന്ന് കൂട്ടുക, ടയറിൽ മറക്കരുത്, കാറ്റ് വേണം, കോൺഫിഡൻസിന്റെ, പ്രതീക്ഷയുടെ. നമുക്ക് വീണ്ടും ആ ഗ്രൗണ്ടിലേക്ക് തിരിച്ചു പോകാം. അവിടെ ഓട്ട മത്സരം തീർന്നിട്ടില്ല, 8ാമത്തെ റൗണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ തോറ്റുപോയ പയ്യൻ അവിടെ നിസ്സഹായനായിട്ട് നിൽപ്പുണ്ട്. ഒരു ബ്ലൂ സൈക്കിളുകാരൻ, അവൻ ഓടിപ്പാഞ്ഞ് അവൻ മുമ്പിലെത്തി. സമ്മാനദാനത്തിലേക്ക് കടക്കുകയാണ്. സമ്മാനദാനം, അവനാണ് ട്രോഫി നേടിയത്. അവനെ വിളിച്ചു ട്രോഫി കൊടുത്തു. ട്രോഫി കൊടുത്തപ്പോഴ് അവൻ ചെയ്തൊരു കാര്യമുണ്ട്. അവൻ ആ ട്രോഫിയുമായിട്ട് ഓടിപ്പോയത്
റെഡ് സൈക്കിൾ ഓടിച്ച ബാലന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. അവനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തിരിച്ച് വേദിയിൽ വന്നു. അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് എനിക്ക് മാത്രം അവകാശപ്പെട്ട ട്രോഫിയല്ല, എന്നേക്കാൾ സ്കില്ലും കഴിവും ഉള്ളവനാണ് ഈ റെഡ് സൈക്കിൾ ഓടിച്ച എന്റെ കൂട്ടുകാരൻ. ഞങ്ങൾ എന്നൊക്കെ സൈക്കിൾ ഓടിച്ചിട്ടുണ്ടോ, എന്നൊക്കെ മത്സരിച്ചിട്ടുണ്ടോ, അന്നെല്ലാം ഇവനാണ് ജയിച്ചിരിക്കുന്നത്, എല്ലാ ദിവസവും ഞാൻ ഇവന്റെ പിന്നിൽ രണ്ടാമതായിരുന്നു. ഇന്ന് ഞാൻ ജയിക്കാൻ ഒരൊറ്റ കാരണമേ ഉള്ളൂ, അവന്റെ സൈക്കിളിന്റെ ടയർ പഞ്ചറായത്. അത് അവന്റെ കുഴപ്പമല്ല. ഈ ട്രോഫി ഞാൻ വാങ്ങുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട് ഇവൻ എന്നേക്കാൾ സ്കില്ലുള്ളതാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്നിച്ച് ഈ ഒരു ട്രോഫി വാങ്ങാമെന്ന് പറയുന്ന ഒരു നീല സൈക്കിളുകാരൻ. ഒറ്റ കാര്യം, ജീവിതത്തിൽ വിജയിച്ചവരെല്ലാം ഓട്ട മത്സരത്തിൽ ഓടി 1-ാം സ്ഥാനത്തെത്തി, എല്ലാവരും 1-ാം സ്ഥാനം നേടി, കയ്യടി കിട്ടി, ഗ്ലൂക്കോസ് കിട്ടി, മുമ്പിലെത്തി. അത് ഒരു കാര്യം മറക്കരുത് കേട്ടോ, 7-ാമതും 8-ാമനും ഓടിയ ആൾക്കാര് സ്കില്ലില്ലാത്തവരോ കഴിവില്ലാത്തവരോ ഒന്നും അല്ല. അന്നത്തെ ദിവസം ഒരു പക്ഷെ ബിക്കോസ് ഓഫ് ദാറ്റ് ഡേ അവർ തോറ്റുപോയതാകാം. ഇന്റർവ്യൂവിന് ഞാനും നിങ്ങളും ഒക്കെ ജയിച്ചപ്പോൾ തെറ്റിദ്ധരിക്കണ്ട, കൂടെ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്ത എല്ലാവരും കഴിവില്ലാത്തവരല്ല. അന്നത്തെ ഒരു ദിവസത്തിൽ ഒരു പക്ഷെ അവർ തോറ്റുപോയതാകാം. ചിലപ്പോൾ അതും കൂടി ഒന്ന് മനസ്സിൽ ഓർക്കുക. ജയിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഞാനെന്ന പാവം, ഞാൻ നേടിയതെല്ലാം ഒരു പക്ഷേ എൻ്റെ ഒപ്പം മത്സരിച്ച, എൻ്റെ ഒപ്പം ഓടിയ ഒരാൾ ആ ഒരു ദിവസത്തിൽ വന്ന കുറവ് കൊണ്ട് എൻ്റെ പിന്നിലായി പോയതാകാം. അതുകൊണ്ട് ജയിച്ച് മുന്നോട്ട് ഓടുമ്പോഴും ഒരു കാര്യം മറക്കാതിരിക്കുക, മുമ്പിൽ സൈക്കിളിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോഴും ഒരു കാര്യം മറക്കാതിരിക്കുക, പിന്നിൽ കാറ്റുപോയ ഒരു സൈക്കിൾ ഉണ്ടെങ്കിൽ ഒന്ന് സ്ലോ ആകാം, തിരിഞ്ഞു നോക്കാം, തിരിഞ്ഞു നടക്കാം. കാരണം നമ്മൾ പരസ്പരം കണക്റ്റഡ് ആണ്. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ലൈഫ് ഹാപ്പി ആകുന്നത്, ലൈഫ് ബ്യൂട്ടിഫുൾ ആകുന്നത്. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ കൂട്ടുകുടുംബം, ആ കൂട്ടുകുടുംബത്തിന് ആ രാജ്യത്തു നിന്ന് രക്ഷപ്പെടണം, വാഗ്ദത്ത ഭൂമിയിലേക്ക് പോകണം. അങ്ങനെ അവര് യാത്ര ചെയ്യാൻ തീരുമാനിച്ചു പുതിയ വാഗ്ദത്ത ഭൂമിയിലേക്ക്. ഏതാണ്ട് 100ഓളം പേരുള്ള കൂട്ടുകുടുംബം. ഏറ്റവും മുതിർന്ന ആൾക്ക് ഏതാണ്ട് ഒരു 85 വയസ്സുണ്ട്. ഏറ്റവും ഇളയ ആൾക്ക്, ഏറ്റവും പ്രായം കുറഞ്ഞ ആള് വെറും 6 മാസം പ്രായമുള്ള ഒരു കൊച്ചു കുഞ്ഞ്. എല്ലാവരും ചേർന്ന് വാഗ്ദത്ത ഭൂമിയിലേക്ക് യാത്രയായി. ആദ്യത്തെ ദിവസം അവർ കടന്നുപോയി. 2-ാമത്തെ ദിവസം അവരൊരു മരുഭൂമി കൂടി കടക്കേണ്ടി വന്നു. ഈ 85 വയസ്സുള്ള വൃദ്ധൻ ആകെപ്പാടെ ടയേർഡായി. ഒരടി പോലും മുമ്പോട്ട് വെക്കാൻ പറ്റത്തില്ല. കുറെ ദൂരം ചെറുപ്പക്കാരെല്ലാം എടുത്തുകൊണ്ട് നടന്നു. അപ്പോഴും അവരും മടുത്തു, എല്ലാവരും മടുത്തു. ഒരടി പോലും മുമ്പോട്ട് പോകാൻ പറ്റാത്ത കണ്ടീഷനിലായി ഈ വല്യപ്പൻ മണൽത്തിട്ടി ചാരിയിരുന്നു. അതിനുശേഷം എല്ലാവരോടും പറഞ്ഞു, ഇനി എനിക്ക് ഒരടി പോലും മുമ്പോട്ട് വെക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, എന്നെ ഉപേക്ഷിക്ക്, മുമ്പോട്ട് പോ. കാരണം നിങ്ങളുടെ മുമ്പിൽ ഒരു വാഗ്ദത്ത ഭൂമിയുണ്ട്, നിങ്ങളെങ്കിലും രക്ഷപ്പെടണം. എന്നെ കൊണ്ട് ഒരടി പോലും മുന്നോട്ട് പോകാൻ പറ്റില്ല, നിങ്ങൾക്കൊട്ട് എന്നെ എടുക്കാനും പറ്റത്തില്ല, ക്യാരി ചെയ്യാനും പറ്റത്തില്ല, എന്നെ ഇവിടെ ഉപേക്ഷിക്കുക. അവരെല്ലാവരും തമ്മിൽ തർക്കമായി, ചർച്ചയായി. എന്ത് ചെയ്യണം? മുമ്പോട്ട് പോകണോ, അത് ഈ വല്യപ്പനെയും കൂടി കൂട്ടിക്കൊണ്ടു പോകണോ? ആ ചർച്ച ഇങ്ങനെ പോകുമ്പോൾ കുറെ പേര് പറഞ്ഞു നമുക്ക് പോകാം, കുറെ പേര് പറഞ്ഞു പറ്റില്ല, നമുക്ക് ഇദ്ദേഹത്തെ കൊണ്ട് പോകാം. അപ്പോൾ അവിടെ ഒരു സംഭവം നടന്നു. ഈ 6 മാസം പ്രായമുള്ള അമ്മ ആ ചോരക്കുഞ്ഞ്, 6 മാസം പ്രായമുള്ള കുഞ്ഞിനെയും കൊണ്ട് ഈ വല്യപ്പന്റെ അടുത്തെത്തി. ആ വല്യപ്പന്റെ മടിയിലേക്ക് ഈ കുഞ്ഞിനെ കിടത്തി. അതിനുശേഷം ഉറച്ച കാൽവെപ്പോട് മുമ്പോട്ട് നടന്നു തുടങ്ങി. അമ്മ ആരെയും നോക്കിയില്ല, എല്ലാവരോടും പറഞ്ഞു പിന്തുടരാൻ പറഞ്ഞു. ഓരോരുത്തരായിട്ട് എഴുന്നേറ്റു, എല്ലാവരും മുമ്പോട്ട് പോയി തുടങ്ങി. അവർ പതുക്കെയാണ് നടക്കുന്നത്. കുറെ ദൂരം മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോൾ അവർ പതുക്കെ ഒന്ന് സ്ലോ ചെയ്ത് പുറകോട്ട് നോക്കി. അവരൊരു കാഴ്ച കണ്ടു. പുറകില് ആ വൃദ്ധൻ, 85 വയസ്സുള്ള വൃദ്ധൻ വിറച്ചുകൊണ്ട് ആ കുഞ്ഞിനെ മാറോട് ചേർത്ത് പതുക്കെ എഴുന്നേറ്റ് പ്രാഞ്ചി മുമ്പോട്ട് നടക്കുന്നു. പ്രാഞ്ചി മുന്നോട്ട് നടക്കുന്നു. അവര് വേഗത കുറച്ചു. ആ വല്യപ്പൻ പതുക്കെ നടന്ന് അവരുടെ ഒപ്പം എത്തി. അവര് ഒന്നിച്ച് മുമ്പോട്ട് പോയി. അവർ ആ വാഗ്ദത്ത ഭൂമിയിലെത്തി. ഒരൊറ്റ ചോദ്യം ചോദിച്ച് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ആ വല്യപ്പൻ തീർത്തും അവശനായിരുന്നു, ടയേർഡായിരുന്നു. ആ വല്യപ്പനെ എഴുന്നേൽപ്പിച്ചത് എന്താണ്? ആ മടിയിലിരുന്ന കുഞ്ഞ് ജോസഫ് സാർ പറഞ്ഞ പോലെ പ്രതീക്ഷ. ആ വല്യപ്പന്റെ ഒരേ ഒരു ലക്ഷ്യം, ഞാൻ രക്ഷപ്പെടുക എന്നതിനേക്കാൾ കൂടുതൽ മടിയിലിരുന്ന കുഞ്ഞ്. വല്യപ്പന്റെ മടിയിൽ ഒരു ദൗത്യമുണ്ടായിരുന്നു. ആ ദൗത്യമാണ് വല്യപ്പനെ എഴുന്നേൽപ്പിച്ചത്. പേഴ്സണൽ ലൈഫില് ഒരു ദൗത്യം ഉണ്ടാകട്ടെ.
ഫാമിലി ലൈഫിൽ ഒരു ദൗത്യം ഉണ്ടാകട്ടെ, പ്രൊഫഷണൽ ലൈഫിൽ ഒരു ദൗത്യം ഉണ്ടാകട്ടെ. കൈക്കൂലിയെ പറ്റി നമ്മൾ ഒരുപാട് വാദോരാതെ സംസാരിക്കാറുണ്ട്. ഞാനൊരു ജോലി ചെയ്യുമ്പോൾ എന്റെ ദൗത്യമായിട്ട് മാറട്ടെ കറപ്ഷൻ വേണ്ട, ഞാൻ കൈക്കൂലി മേടിക്കാം, എന്റെ ഒരു ദൗത്യം. സോഷ്യൽ ലൈഫിൽ ഒരു ദൗത്യം ഉണ്ടാകട്ടെ. ഡിജിറ്റൽ ലൈഫിൽ ഏറ്റവും കൂടെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ലൈഫായിട്ട് മാറിയിട്ടുണ്ട് ഡിജിറ്റൽ ലൈഫ്. ഒരു ദൗത്യം ഉണ്ടാകട്ടെ. ഓരോരുത്തരും ഓരോ ദൗത്യം ഏറ്റെടുക്കുമ്പോഴാണ് ഈ ലോകം മാറുന്നത്. ഓരോ സാമൂഹ്യ ജീവിയുടെ ഉത്തരവാദിത്തമാണ് ഈ ദൗത്യം ഏറ്റെടുക്കുക എന്നത്. വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്നത് ഞാൻ പേഴ്സണലി ഹാപ്പിയായി, ഞാൻ ഫാമിലിയിൽ ഹാപ്പിയായി, ഞാനും എൻ്റെ വീടും മാത്രം ഹാപ്പി ആകുന്നതല്ല വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്നത്. ഞാൻ ഹാപ്പി ആകണം, അതിനൊപ്പം തന്നെ എൻ്റെ ചുറ്റുമുള്ളവരും. കാരണം ഞാൻ പേഴ്സണൽ ലൈഫുണ്ട്, വ്യക്തി ജീവിതം, സാമൂഹ്യ ജീവിതം, പ്രൊഫഷണൽ ലൈഫ്, ഡിജിറ്റൽ ലൈഫിൽ നമുക്കൊരു ദൗത്യമായിട്ട് മുമ്പോട്ട് ഇറങ്ങാം. നമുക്കൊരു കാര്യം ചെയ്യാം. എൻ്റെ മാത്രം ലൈഫല്ല മറ്റുള്ളവരുടെയും. പക്ഷെ മറക്കരുത്, ബൗണ്ടറികൾ നിങ്ങൾ നിശ്ചയിക്കുക. ബൗണ്ടറികൾ നിങ്ങൾ നിശ്ചയിക്കുക. മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിൽ നിങ്ങളുടെ ടൈം വെച്ചിട്ട് നിങ്ങളുടെ ബൗണ്ടറി, ടൈം മാനേജ്മെന്റ്, ബൗണ്ടറി, ഫ്ലെക്സിബിലിറ്റി, നിങ്ങളുടെ ഹെൽത്ത്. 85-ാമത്തെ വയസ്സിൽ എഴുന്നേൽക്കണമെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്ത് വേണം. ഒരു ചോദ്യമുണ്ട്, 70-ാമത്തെ വയസ്സിൽ കിടക്കണോ, നടക്കണോ, ഓടണോ? 70-ാമത്തെ വയസ്സിൽ കിടക്കണോ, നടക്കണോ, ഓടണോ? ഓടിയില്ലെങ്കിലും നടക്കുകയെങ്കിലും ചെയ്യണം. ഓടിയില്ലെങ്കിലും നടക്കുകയെങ്കിലും ചെയ്യണം. ആം ഐ റൈറ്റ്? 70-ാമത്തെ വയസ്സിൽ കിടക്കില്ല എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ 70-ാമത്തെ വയസ്സിൽ കിടക്കേണ്ട ഒരാൾ 50-ാമത്തെ വയസ്സിൽ കിടക്കും. 70-ാമത്തെ വയസ്സിൽ കിടക്കേണ്ട ഒരാൾ 50-ാമത്തെ വയസ്സിൽ കിടക്കും. 50-ാമത്തെ വയസ്സിൽ കിടക്കാതിരിക്കാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി. സൈക്കിളോ ഈ സൈക്കിൾ ഓർക്കുക എന്ന് പറയുമ്പോൾ ഒരു കാര്യം പറ്റി, അവിടെ GK സാർ ഇരിപ്പുണ്ട്. ഈ ലൈഫ് ബാലൻസിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. കാറിന് പെട്രോൾ അടിച്ച് മുടിഞ്ഞ് കുത്തുവാള എടുക്കും. ലൈഫ് ബാലൻസിംഗിൽ ഒരു പ്രധാനപ്പെട്ട സാധനമാണ് ഫിനാൻസ് മാനേജ്മെന്റ്. ഇത് ഓടിച്ചു കഴിഞ്ഞാൽ ഹെൽത്തും നന്നാകും, പോക്കറ്റും നന്നാകും. ഹെൽത്ത്, പോക്കറ്റ്, ഇതെല്ലാം കൂടിയതാണ് നമ്മുടെ പേഴ്സണൽ ലൈഫ്. അപ്പോഴ് മറക്കണ്ട, കഷ്ടപ്പാടൊക്കെ വരുമ്പോഴ് വല്ലപ്പോഴും സൈക്കിളിനെ ഓർക്കുക. പണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു ടോയ് അതായിരുന്നു സൈക്കിള്. നിങ്ങളും നല്ല ശതമാനം ആഗ്രഹിച്ചത് ആ സൈക്കിൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. സൈക്കിളിന് ഒരു മനോഹാരിതയുണ്ട്, അത് സ്മൂത്താണ്, മുമ്പോട്ട് പോകാൻ സഹായിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ സൈക്കിള് ഇതിന്റെ ഒരു സിമ്പിൾ ആയിട്ട് തെരഞ്ഞെടുത്തത്. ഇന്ന് ഈ പ്ലാറ്റ്ഫോമിലേക്ക് വന്ന എല്ലാവരെയും നന്ദിയോടുകൂടി സ്മരിക്കുന്നു. അവസരം തന്ന PT ജോസഫ് സാറിനെ താങ്ക് യു സോ മച്ച് സാർ. അപ്പൊ ജീവിതം ഒരു സൈക്കിൾ സവാരി പോലെ ആകട്ടെ. താങ്ക് യു all. Thank you so much, sir. വളരെ സരസമായിട്ടും അതോടൊപ്പം തന്നെ വളരെ ചിന്തിപ്പിക്കുന്ന രീതിയിലും സാർ ഈ ക്ലാസ് മുന്നിലോട്ട് കൊണ്ട് ഈ ക്ലാസ് ആകുന്ന സൈക്കിൾ എന്നിട്ട് 1 മണിക്കൂർ സൈക്കിൾ സാറ് നല്ലോണം ചവിട്ടി ഞങ്ങളെയും അതിൽ ഇരുത്തിച്ചുകൊണ്ട് തന്നെ സാറ് ചവിട്ടി. സാർ വളരെ നല്ല ക്ലാസ് ആയിരുന്നു. എക്സ്ട്രീംലി വെരി ഗുഡ്. താങ്ക് യു സോ മച്ച് സർ. ഫീഡ്ബാക്കിനുള്ള സമയമാണ്. എല്ലാവരും ഒന്ന് അവരവരുടെ അഭിപ്രായം രേഖപ്പെടുത്തും. എല്ലാവർക്കും അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് 2 വാക്ക് പറയുന്നു. താങ്ക് യു മാം, ജയശ്രീ മാം. വളരെയധികം സന്തോഷം. അഭിലാഷ് സാറിന്റെ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഒരു സെഷൻ കേൾക്കാൻ സാധിച്ചത്. അപ്പൊ വളരെ 2-3 ദിവസം കൊണ്ട് കാത്തിരിക്കുകയാണ് ഈ സെഷൻ കേൾക്കാനായിട്ട്. അപ്പൊ വളരെയധികം എന്താ പറയാ, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണെങ്കിൽ എന്ന് തോന്നുമെങ്കിലും അത് നമ്മുടെ ലൈഫുമായിട്ട് എങ്ങനെ എത്ര സിമ്പിൾ ആയിട്ടാണ് സാർ അത് കണക്ട് ചെയ്തത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഒരു മാതൃകയാക്കാവുന്ന ട്രെയിനറാണ് സാറ്. സാറിന്റെ ഈ ഒരു ജീവിതമാവുന്ന സൈക്കിൾ നമ്മളിലേക്ക് എത്തുകയും ഇനി അങ്ങോട്ടുള്ള ജീവിതയാത്രയിൽ നമുക്ക് ഈ സൈക്കിള് കൂടെ ചേർത്ത് വെച്ച് കുറിക്കാം. അപ്പോ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സെഷൻ നൽകിയ അഭിലാഷ് സാറിന് ദേശത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. ഈ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കിയ ജോസഫ് സാർ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദി. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു സാർ. ഇപ്പൊ ഇലക്ട്രിക് സൈക്കിൾ വരുന്നുണ്ട്, കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ഇപ്പൊ രണ്ടും ചെയ്യാം, ചവിട്ടുകയും ചെയ്യാം, അല്ലാതെ ഇപ്പം ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുകയും ചെയ്യാം അത്യാവശ്യം വരുമ്പോഴത്തേനും. താങ്ക് യു അച്ഛാ.
It was very nice class. You really enriched us with your nice thoughts on the cycle. Very nice, comparing it with our life. Thank you so much. Thank you, Acha. നമസ്കാരം. നമ്മൾ വളരെ സന്തോഷം. കാരണം വെച്ചാല് നമ്മള് പലപ്പോഴും സൈക്കിളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇടയ്ക്ക് വെച്ച് നമ്മൾ സൈക്കിളിനെ ഒന്ന് മാറ്റി നിർത്തി നമ്മൾ ബൈക്കിലേക്കും കാറിലേക്കും മാറിപ്പോയി. സത്യത്തിൽ സാറിന്റെ സെഷൻ കേട്ടപ്പോ ഈ ബൈക്കും കാറും ഒക്കെ മാറ്റി വെച്ച് സൈക്കിളിലേക്ക് തിരിച്ചു വരണം എന്നൊരു തോന്നൽ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് നമുക്ക് തരാൻ സാറിന്റെ സെഷൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെ എന്താ പറയുക, ജീവിതത്തിലേക്ക് ഇടയ്ക്ക് മറന്നുപോയ ചില മൂല്യങ്ങളിലേക്ക് നമുക്ക് സാധിച്ചിട്ടുണ്ട്. സോ എക്സലന്റ് സെഷൻ. താങ്ക് യു സാർ. ഇത്രയും വലിയൊരു മൂല്യമുള്ള സന്ദേശം ചെറിയൊരു ടോപ്പിക്കിലൂടെ നമ്മളെയൊക്കെ കൊണ്ടുപോയപ്പോ നേരത്തെ പറഞ്ഞ പോലെ സമയം പോയത് അറിഞ്ഞില്ല എന്നുള്ളതാണ്. കൺഗ്രാറ്റ്സ്, ഹാറ്റ്സ് ഓഫ് സർ. താങ്ക് യു സാറേ. താങ്ക് യു സാറേ, ഒരു പോയിന്റ് കൂടി പറഞ്ഞാൽ സൈക്കിൾ വല്ലപ്പോഴും ക്ലീൻ ചെയ്യണം, അല്ലെങ്കിൽ റസ്റ്റ് പിടിക്കും. അത് അച്ഛൻ ആഡ് ചെയ്തിട്ടുണ്ട്. സർവീസ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സർവീസ് ചെയ്യണം. ഹെൽത്ത് സർവീസ്, ഹെൽത്ത് ചെക്കപ്പ്, ഷുഗറും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണമല്ലോ അച്ഛാ, എല്ലാ കാര്യങ്ങളും. ഈ പറയുന്ന ഫിനാൻസിന്റെ കാര്യത്തിലൊക്കെ ഒരു സർവീസ് ആവശ്യം. ബിലാഷ് സാറേ, ക്ലാസ് കേൾക്കണമെന്ന് ഞാനിങ്ങനെ ഒരു 3-4 ദിവസം ഞാൻ ഇതിന്റെ ഒരു പോസ്റ്റർ ഒക്കെ കണ്ടപ്പോ തൊട്ട് ഇങ്ങനെ കാണണം, കേൾക്കണം എന്നിങ്ങനെ ഓർക്കുമായിരുന്നു. അപ്പൊ ഈ സൈക്കിൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു നൊസ്റ്റാളജിയ. നമ്മുടെ ചെറുപ്പത്തിൽ തന്നതിൽ നമ്മൾ ഏറ്റവും പെട്ടൊരു വാഹനമാണല്ലോ. അതായത് കുഞ്ഞായിരിക്കുമ്പോഴേ നമ്മളിങ്ങനെ 3 വീലുള്ള സൈക്കിളൊക്കെ മേടിച്ചു തന്നു, അതൊക്കെ നമ്മളിങ്ങനെ ചവിട്ടി, പിന്നെ എടുത്ത് വലുതാകുമ്പോ നമ്മള് ഇതെല്ലാം ചവിട്ടും. അപ്പൊ അത് സാറ് ലൈഫായിട്ട് കണക്ട് ആക്കിയിട്ട് ബെല്ല് അടിക്കണതും പഞ്ചർ അടിക്കണതും ബ്രേക്കും അതിന്റെ ചെയിൻ ഊരി പോണെല്ലാം പറഞ്ഞ് സാർ അത് വളരെ മനോഹരമായിട്ട് തന്നെ അവതരിപ്പിച്ചു. സാർ പിന്നെ പറഞ്ഞു ബാക്കിൽ ഒരാളെ കൂടെ കയറ്റി ഇരുത്തണമെന്ന്. ഞാൻ എന്റെ കല്യാണം കഴിഞ്ഞപ്പോ എന്റെ വീടിന്റെ അടുത്തുള്ളൊരു ലൂസി എന്ന് പറഞ്ഞൊരു കുട്ടിക്കൊരു ലിഫ്റ്റ് കൊടുത്തു. പിന്നെ എനിക്ക് ആ ബൈക്ക് ഓടിക്കാനായിട്ട് കിട്ടിയിട്ടില്ല. അതായിരുന്നു എന്താ ലാസ്റ്റത്തെ ലിഫ്റ്റ്. പിറ്റേ ദിവസം രാവിലെ ഞാൻ ഓഫീസിൽ പോകാനായിട്ടൊക്കെ നിൽക്കുമ്പോ അതിന്റെ ടയറ് രണ്ടും പഞ്ചറാക്കി വെച്ചേക്കിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ലിഫ്റ്റ് കൊടുത്തൊരു ഓർമ്മ വന്നു എനിക്ക്. ഓക്കെ സാർ, താങ്ക് യു. താങ്ക് യു സാറേ. താങ്ക് യു. ജോസഫ് സാറിനും നന്ദി, ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിനകത്ത് എല്ലാം അവതരിപ്പിച്ചതിന്. താങ്ക് യു. അഭിലാഷ് ജി, എനിക്ക് നെറ്റ് കിട്ടിയത് ഇപ്പോഴാ. ഞാൻ കാത്തിരുന്നതാ, പക്ഷെ ക്ലാസ് കഴിഞ്ഞു പോയി അല്ലേ? ഞാൻ എപ്പോ തുടങ്ങി ശ്രമിക്കുന്നത്, ഇപ്പൊ ജസ്റ്റ് കയറാൻ. അഭിലാഷിന്റെ ക്ലാസ് എന്ന് പറഞ്ഞപ്പോ അത് അറിഞ്ഞപ്പോ തുടങ്ങി കേക്കണം എന്ന് വെച്ചിരുന്ന, പക്ഷെ എന്ത് ചെയ്യാ. സാറേ, എന്റെ അഭിപ്രായം പറയും. KCTU സ്റ്റേറ്റ് പ്രസിഡന്റ് ആണ് ഡോക്ടർ ബെഞ്ചമിൻ ഈശ്വർ സാർ. ബെഞ്ചമിൻ സാർ ലൈവാണ്. സാറുണ്ടോ? ഞാൻ തുടങ്ങി കഴിഞ്ഞിട്ടാ സാറേ കയറിയ. എന്തായാലും വളരെ ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്തു. സാറിന്റെ ക്ലാസ് വളരെ ഉഷാറായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. സാറിന്റെ ആ വേ ഓഫ് ട്രെയിനിങ് അത് വളരെ നന്നായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എനിക്ക് ചേർത്ത് പറയാനുള്ളത്, എറണാകുളം ഡിസ്ട്രിക്ട് കമ്മിറ്റി സെഞ്ചുറിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് 80ാമത്തെ സെഷനാണ് സാറ് ചെയ്തിട്ടുള്ളത്. അത് കൃത്യമായി നടത്തിക്കൊണ്ടുപോകുന്ന ജോസഫ് സാറ്, അദ്ദേഹവും സാറും എല്ലാം ഒരുപാട് അഭിനന്ദനം അർഹിക്കുന്നു. അതിലൊക്കെ ഉപരിയായിട്ട് എല്ലാ ബുധനാഴ്ചയും കൃത്യമായിട്ട് ഇത്ര ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. അച്ഛനെയൊക്കെ ഞാൻ കയറുമ്പോഴൊക്കെ കാണാറുണ്ട്. അപ്പൊ അത്രയും ആവേശത്തോടു കൂടി പങ്കെടുക്കുന്ന നിങ്ങളാണ് ഇതിന്റെ യഥാർത്ഥത്തിൽ ഇതിനെ രൂപകൽപ്പന ചെയ്യുന്നതും മുന്നോട്ട് നയിക്കുന്നതും ഒക്കെ നിങ്ങളാണ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്കും ട്രെയിനിങ് എടുത്ത ആളുകൾക്കും ഈ 80ഓളം ട്രെയിനേഴ്സ് ഇവിടെ വന്ന് കയറി ഇറങ്ങി പോയി എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു. താങ്ക് യു ആൾ.
അല്ലെ ഇന്നത്തെ ക്ലാസ് വളരെ ഗംഭീരമായി. ഒരു സൈക്കിളുമായിട്ട് ജീവിതത്തെ കംപ്ലീറ്റ് കമ്പയർ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. പല പാർട്സ് ഉപയോഗിച്ചുകൊണ്ട് സ്റ്റാൻഡും ബ്രേക്കും ബെല്ലും സർവീസ് ചെയിനും ഒക്കെ ഇട്ട് നന്നായിരുന്നു. അവിടെ അത് നല്ല പ്രത്യേക കഴിവ് തന്നെ. വളരെ സീസൺഡ് ആയിട്ടുള്ള ഒരു ട്രെയിനർക്ക് മാത്രമേ അങ്ങനെ ഇത്ര രസകരമായിട്ട് സരളമായ രീതിയിൽ ആളെ എല്ലാം ആക്റ്റീവായിട്ട് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ട്രെയിനിങ് ഓൺലൈൻ നടത്താൻ കഴിയുള്ളൂ. അതില് അഭിലാഷ് സാർ വളരെ വിജയിച്ചിരിക്കുന്നത് KCT എറണാകുളം ജില്ലയുടെ പേരിൽ പ്രത്യേകം നന്ദി കടപ്പാട് അറിയിക്കുന്ന ഈ അവസരത്തില്. താങ്ക് യു സാറേ. പറയാനുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് അഭിലാഷ് സാറ് വാസ്തവത്തില് സൈക്കിൾ എൻ്റെ ജീവിതത്തിന്റെ ഒരു ഓർമ്മ വെച്ച കാലം മുതൽ എൻ്റെ ജീവിതത്തിലോട് ചേർന്നിരിക്കുന്ന ഒരു വസ്തുതയാണ്. അതിനെക്കുറിച്ച് ഇതിനെ ജീവിതത്തോട് ഇങ്ങനെ ചേർത്ത് പറഞ്ഞപ്പോൾ ആദ്യത്തെ ഭാഗം കേട്ടില്ലെങ്കിൽ പോലും അതിൻ്റെ ആ പ്രസന്റേഷന്റെ രീതി വെച്ച് നോക്കുമ്പോഴേക്കും എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യം കാണുന്നത് ഈസ്റ്റേൺ സ്റ്റാർ എന്ന് പറഞ്ഞൊരു സൈക്കിൾ പുതിയതായിട്ട് അപ്പ വാങ്ങിക്കൊണ്ടുവന്ന് ആ സൈക്കിളിൽ കയറി അപ്പ ആദ്യം കാലൊടിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സൈക്കിൾ ഓടിക്കാൻ കിട്ടിയത്. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ മുതൽ സൈക്കിൾ ഓടിച്ച് ഈവൻ സൈക്കിളിന്റെ പുറകില് ഒരു ചാക്ക് അരി മാർക്കറ്റിൽ നിന്ന് വാങ്ങി വീട്ടിലവരെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ വീട്ടിലുള്ള 8 പേരാണ് ഞങ്ങള്. എല്ലാവരെയും സൈക്കിളിൽ കയറ്റാൻ എനിക്ക് സാധിച്ചു. അപ്പൊ ജീവിതത്തില് നമ്മള് ചെയ്യുന്ന പ്രവർത്തികളുടെ കൂട്ടത്തിൽ എല്ലാവരെയും ചേർക്കാനുള്ള ഒരു ശീലം ആ സൈക്കിൾ എനിക്ക് ഉണ്ടാക്കി തന്നു. അത് അഭിലാഷിന്റെ ഇത് കേട്ടപ്പോൾ വളരെ ഭംഗിയായിട്ട് എനിക്ക് ഓർക്കാൻ സാധിച്ചു. വെരി ഗുഡ്, നല്ല പ്രസന്റേഷൻ. താങ്ക് യു സാറേ, താങ്ക് യു. ഗുഡ് ഈവനിങ്. ഏതായാലും അഭിലാഷ് സാറ് എൻ്റെ ഗുരുവാണെന്ന് പറഞ്ഞ എനിക്ക് അഭിമാനം ആണ്. ഞാൻ സാറിന്റെ ശിഷ്യയാണ്. ലൈഫ് ടെക്കിന്റെ ഒരു പ്രോഡക്റ്റ് ആണ്. എന്തായാലും സാറിന്റെ ഒരു ക്ലാസ്സിലൂടെ നമുക്ക് KCTയിൽ വന്നപ്പോ തന്നെ ഞാൻ ഏറ്റവും സന്തോഷിച്ചു. ഞാൻ അയ്യോ സാറേ സന്തോഷമായി എന്ന് പറഞ്ഞ് സാറിന് തിരിച്ചാ പോസ്റ്റർ അയച്ചു കൊടുത്തു. വളരെ സന്തോഷം തോന്നി. സാറിന്റെ ക്ലാസ് വിലയിരുത്താൻ ഞാൻ ആരുമല്ല, പക്ഷെ ഒരു സൈക്കിളിലൂടെ നമ്മളെ ജീവിതം എങ്ങനെ ബാലൻസ് ചെയ്യണമെന്ന് നമുക്ക് വളരെ മനോഹരമായിട്ട് സാർ നമുക്ക് വിവരിച്ചു തന്നു. ഒരുപാട് സന്തോഷം സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ടീച്ചർ. താങ്ക് യു. താങ്ക് യു സാർ. ഞാനും സാറിന്റെ ഒരു ശിഷ്യയാണ്. സൈക്കിൾ ചവിട്ടുന്നതിന് ഇപ്പോഴും പേടിയുള്ള ആളായിരുന്നു. വാപ്പൊക്കെ കയറ്റിയിരുത്തി വെള്ളി നോക്കിയിട്ട് ചവിട്ടാത്ത ആളാ. സാറിന്റെ ആ 3 വീലുള്ള സൈക്കിൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചവിട്ടുന്നതിന് നമുക്ക് നിർത്തിയാലോ? വോട്ടർ താങ്ക്സിലേക്ക് പോവാം. ഓക്കെ താങ്ക് യു. ജാസ്മിൻ ഇവിടെ വന്ന് MC ആയി പ്രവർത്തിച്ച എല്ലാവരെയും വെൽക്കം ചെയ്തും NCR ജാസ്മിന് വളരെയധികം നന്ദി പറഞ്ഞു കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ഫാസിൽ സാർ വെൽക്കം പറഞ്ഞ ഫാസിൽ സാർ കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ് ഫാസിൽ സാറിന്റെ മുഖം കാണുന്നത്. ഫാസിൽ സാറിന് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നെ ഈ ഉറവ് ഇത്രയും ഗംഭീരമായി കൊണ്ടുപോകുന്ന ജോസഫ് സാറിന് പ്രത്യേകം നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ പോൾ പടയാട്ടി സാറ് എല്ലാ സെഷനിലും തന്നെ സാറിന്റെ ഒരു സാന്നിധ്യം ലൈവാണ്. സാറിന് നന്ദി അറിയിച്ചുകൊള്ളുന്നു. വളരെ വളരെ ഗംഭീരമായിട്ട് അഭിലാഷ് സാറിന്റെ ക്ലാസ് പറഞ്ഞാൽ തീരുന്നില്ല. സാർ എത്ര നേരം ക്ലാസ് എടുത്തു അത്ര തന്നെ പറയേണ്ടി വരും. അത്രയും ഗംഭീരമായിരുന്നു സാറിന്റെ ക്ലാസ്. ഓരോ പോയിന്റും ഓരോ സെന്റൻസും ഓരോ വാക്കുകളും വിലമതിക്കുന്ന അത്രയും അതിന് കാഠിന്യം ഉണ്ടായിരുന്നു. വളരെ സരസമായിട്ടാണ് പറഞ്ഞെങ്കിൽ വളരെ നമുക്ക് ഉപയോഗപ്രദമായ കുറെ കാര്യങ്ങളാണ് സാറ് പറഞ്ഞത്. ഒരുപക്ഷെ നമ്മളൊക്കെ കുറെ കാര്യങ്ങളൊക്കെ മറന്നുപോയതും അല്ലെങ്കിൽ അലസമായി തള്ളി കളഞ്ഞതൊക്കെയാണ്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു കൂടെ ഇരുത്തുന്നൊക്കെ വരണവര് വരട്ടെ എന്നുള്ള രീതിക്ക് എല്ലാവരും തന്നെ പോണത്. അപ്പൊ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ സാറ് പറഞ്ഞു തന്നു. വളരെ നന്നായിരുന്നു സാർ. താങ്ക് യു സോ മച്ച്. ഇങ്ങനെ ഒരു അവയർനെസ് ഇവിടെ വന്ന എല്ലാവർക്കും തന്നു. താങ്ക് യു സോ മച്ച്. ഇവിടെ വന്ന എല്ലാവർക്കും തന്നെ ലൈവായി പങ്കെടുത്ത എല്ലാവർക്കും തന്നെ എന്നെ നന്ദി അറിയിച്ചു. താങ്ക് യു ആൾ.
താങ്ക് യു സാറേ. അപ്പൊ ലീവ് ചെയ്തോട്ടെ. Okay, thank you. Good night. Okay. Recording Good off. night. Good night. Good night.